തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വർക്കൗട്ടിനെ കുറിച്ചോ ഫിറ്റ്നസിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമാണ്. അല്ലെങ്കിൽ എന്തു പറയാൻ, ഒരു ഉട്ടോപ്പിയൻ അല്ലെങ്കിൽ ഒരു തരം അന്ധകാരത്തിൻ്റെ ഒരു കുഴിയിൽ നിന്ന് ഞാൻ കരകയറിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വാട്സാപ്പ് കമ്മ്യൂണിറ്റികളൊക്കെ. അപ്പോൾ അതിൽ തുടങ്ങിയത്, അപ്പോൾ അതിനെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് അതിലുള്ള എല്ലാവരെയും ഞാൻ ബ്ലോക്കും ചെയ്ത്. അപ്പോൾ അതെന്ത് പറയാൻ, അതൊരു ചെറിയ ഒരു അനുഭവമാണ്. അതായത് ഇപ്പോൾ പല ഫിലോസഫേഴ്സും പറഞ്ഞിട്ടുണ്ട്, അതായത് 30 വയസ്സിന് ശേഷമേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ലോകവീക്ഷണം 30 വയസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾ നിങ്ങൾ ഒരു ലോകവീക്ഷണത്തിൽ എത്താവും. ഇപ്പോൾ എനിക്ക് 30 ആയില്ല, 30 ആവാൻ വേണ്ടി പോണതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തുടക്കം എല്ലാം പറയാം, കാരണം ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങളും അറിയേണ്ടതാണ്. അതായത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2.5-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഞാൻ പക്ക ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. അതായത് എനിക്ക് എനിക്ക് പണ്ട് മുതലേ കുറച്ച് മനസാക്ഷി ബോധം കൂടുതലാണ്. അതായത് മറ്റുള്ളവരോടുള്ള വികാരം, അത് മൃഗങ്ങളോടാവട്ടെ എല്ലാവരോടും എനിക്ക് കൂടുതൽ മറ്റുള്ളവരൊക്കെ, അതായത് സെൽഫിഷ് ഇല്ലാത്തൊരു സ്വഭാവമാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. ആ സെൽഫിഷ് ഇല്ലാത്ത സ്വഭാവം ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം എനിക്ക് സെൽഫിഷ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ സുഖം, ഞാൻ കുറേ പണം ഉണ്ടാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച് ഞാൻ അങ്ങ് സുഖിക്കുക. അങ്ങനെ ഞാൻ ചിന്തിച്ചെങ്കിൽ ഇപ്പം എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ പോലെ. അപ്പോൾ ആ സെൽഫിഷ് ഇല്ലായ്മയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ സ്റ്റെറോയിഡിനെയും ഇതിനെയൊക്കെ എതിർത്താൽ എനിക്ക് ഗുണമാണോ ദോഷമാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എനിക്ക് സാമ്പത്തികമായിട്ട് ദോഷം, 2 ഹേറ്റേഴ്സ് കൂടും, ഇങ്ങനെ തെറിവിളി കേൾക്കണം, ത്രെട്ടുകൾ. മറ്റേ കുറേ എണ്ണമൊക്കെ കമൻ്റ് അയച്ചില്ല, ലുലു മാളിൽ വെച്ച് കാണുകയാണെങ്കിൽ എന്നെ ശാരീരികപരമായിട്ട് ആക്രമിക്കും, ഭീഷണികൾ, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയാണോ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ്. അതായത് സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് എനിക്ക് നഷ്ടമാണ്, പക്ഷേ ഈ സമൂഹത്തിന് ലാഭമാണ്. അപ്പോൾ പിടികിട്ടിയ. അപ്പോൾ എൻ്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റിസ്റ്റ് ആയിരുന്ന സമയം, അപ്പോൾ ആ സമയത്ത് തന്നെ ചില ചർച്ചകളൊക്കെ വന്നു തുടങ്ങി. അതായത് അപ്പോഴാണ് ഈ നാച്ചുറൽ ബോഡിയെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് പല ആളുകളും ഇങ്ങനെ കമൻറ്റിലല്ല അല്ലാതെ വീഡിയോ ആയിട്ടൊക്കെ പല റിയാക്ഷനൊക്കെ വന്ന്, ഈ എന്താണ് നാച്ചുറൽ ബോഡി, സ്റ്റെറോയിഡ് ബോഡി, അത് ചോയ്സ് ആണെന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങൾ വന്ന്. അതായത് ഒരുത്തൻ വെള്ളവും ഭക്ഷണവും കഴിച്ച് യഥാർത്ഥമായിട്ടുണ്ടാക്കുന്ന ബോഡിയും ഇഞ്ചക്ഷൻ എടുത്ത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ബോഡിയും ചോയ്സ് ആണെന്ന്, അത് രണ്ടും സെയിം ആണ്, അത് ചോയ്സ് ആണെന്ന്. അതായത് ഈ മുക്കുപണ്ടവും സ്വർണവും ധരിക്കുന്നത് ചോയ്സ് ആണെന്ന് പറയും പോലെ, അത് മുക്കുപണ്ടം സ്വർണമാണെന്നുള്ള വ്യാജേന ധരിക്കുമല്ലോ, അതേ സാധനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ എന്താണ് നാച്ചുറൽ ബോഡിയുടെ ഗുണമെന്ന് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഇതൊന്നും ആദ്യമേ പറയാതിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നാച്ചുറൽ ബോഡി സ്റ്റെറോയിഡ് ബോഡി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നാച്ചുറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സത്യസന്ധമായ ആരോഗ്യത്തിൻ്റെ ഒരു സൈനാണ് നാച്ചുറൽ ബോഡി. ഇവിടെ കള്ളമൊന്നുമില്ലല്ലോ, ഒരാൾ വർക്കൗട്ടും ഡയറ്റും ചെയ്ത് നാച്ചുറലായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോഡി എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത്? ഈ ബോഡി ബിൽഡ് ചെയ്യുന്നത്, അപ്പോൾ ഈ ബോഡി എന്തിനാണ്? ബോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബോഡി ഇത് വെറുതെ കാണാനായിട്ടാണോ ഇരിക്കുന്നത്? ബോഡി കാണാനല്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത് അടിച്ചമർത്ത്. ടെസ്റ്റോസ്റ്റെറോൺ കൂടിക്കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് നല്ല ദീർഘായുസുണ്ട്, അറിയാമോ? സ്ത്രീയെ എടുത്താൽ സ്ത്രീകൾക്ക് ആയുസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ ആണ് കൂടുതൽ, ടെസ്റ്റോസ്റ്റെറോൺ കുറവാണ്. ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരിലാണെങ്കിൽ വ്യത്യാസമാണ് കേട്ടോ. ഇപ്പോൾ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൺ തീരെ കുറഞ്ഞാലോ പെട്ടെന്ന് ഹാർട്ട് ഡിസീസും പൊണ്ണത്തടിയൊക്കെ വരും, ഫാറ്റി ലിവറൊക്കെ വരും. ടെസ്റ്റോസ്റ്റെറോൺ ഒരു മധ്യമാർഗത്തിൽ നിൽക്കണം, അതാണ് നല്ലത്. നല്ലവണ്ണം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് പുരുഷന്മാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെസ്റ്റോസ്റ്റെറോൺ പുരുഷന്മാരുടെ സ്ത്രീകളുടെയും വ്യത്യാസമാണ്. അതൊരു കോംപ്ലക്സ് വിഷയമാണ്. അതായത് ടെസ്റ്റോസ്റ്റെറോൺ തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രശ്നമാണ്, പക്ഷേ സ്ത്രീകൾക്ക് നല്ല കുറഞ്ഞിരിക്കുകയാണ്.
അവർക്ക് ഈസ്ട്രജൻ ഇതൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ അത് വേറൊരു രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം മാറ്റി വെക്കുകയാണ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റണം? നല്ല ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തും. അപ്പോൾ ഒരു പുരുഷൻ നാച്ചുറലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവൻ്റെ ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്തെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കയറുക. അത് നമ്മുടെ ബോഡിയുടെ ലിമിറ്റേഷൻ, നിങ്ങളുടെയും എൻ്റെയും ഓരോരുത്തരുടെയും കൂടുന്നത് ലിമിറ്റേഷൻ ഉണ്ട്. അത് നമ്മുടെ ബയോളജിക്കലായിട്ട് ബോഡി തീരുമാനിക്കും നമ്മുടെ ലിമിറ്റേഷൻ. അപ്പം നമ്മൾ മാക്സിമം കൂട്ടുമ്പോൾ ഒരു സ്ത്രീ നോക്കുമ്പോൾ എന്താണ്, സ്ത്രീ നോക്കുമ്പോൾ കൊള്ളാം, ഇയാൾക്ക് നല്ല നാച്ചുറൽ ബോഡി, അപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, ഇത്രയും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അപ്പോൾ ഈ കൂടിയ ടെസ്റ്റോസ്റ്ററോൺ ഇയാളുടെ ഇമ്മ്യൂണിറ്റിയെ, ഇയാളുടെ രോഗപ്രതിരോധ ശേഷി അടിച്ചമർത്തുന്നില്ല. ഇത്രയും കൂടിയിട്ട് ഇയാൾ ആരോഗ്യത്തോടെ നിൽക്കുകയല്ലേ, അപ്പോൾ ഇയാൾ നല്ല ശക്തിയുള്ള ആളാണ്. അപ്പോൾ ഇയാളുമായിട്ട് ചേർന്ന് ചേർന്നാൽ അടുത്ത, ഇത് പ്രകൃതിയിൽ ഗ്യാരണ്ടി ഒന്നുമില്ല, അതായത് ഇയാളുമായിട്ട് ചേർന്നാൽ അടുത്ത അതിജീവിക്കാൻ സഹായിക്കുന്ന, കൂടുതൽ സഹായകമാകുന്ന കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മാസത്തിൽ ഈ സ്ത്രീകൾക്ക് മുട്ട വരുമല്ലോ, മുട്ട വരുമ്പോൾ ഈ സ്ത്രീകൾ നാച്ചുറൽ ബോഡിയുള്ള പുരുഷന്മാരടുത്ത് അവർക്ക് ആകർഷണം തോന്നും. അത് അവർ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നതല്ല, അത് ബയോളജിക്കലി അങ്ങനെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ് പരിണാമപരമായിട്ട്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ നാച്ചുറൽ ബോഡി എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള സൈനാണ് ആരോഗ്യത്തിൻ്റെ. അപ്പോൾ നാച്ചുറൽ ബോഡിയുള്ള പുരുഷനെ തിരഞ്ഞെടുത്ത ഉണ്ടാകുന്ന അടുത്ത തലമുറ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുമെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഡിസൈനർ ഒന്നുമില്ല, ഒരു ഗ്യാരണ്ടി ഒന്നുമല്ല. അപ്പോൾ ഈ ബോഡിയുള്ള ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ, മുട്ട വരുന്ന സമയത്ത് ബോഡിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ജനിക്കുന്ന കുട്ടികൾ അതിജീവിക്കാനുള്ള സാധ്യത കൂടും. ആ സാധ്യത കൂടുമല്ലോ, ആ സാധ്യത പ്രോബബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് ഈ മുട്ട വരുമ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ വരുന്നത്. ഇത് ബയോളജിക്കൽ ഫാക്റ്റാണ്, അങ്ങനെ ബയോളജിക്കലായിട്ട് പറയുന്നുണ്ട്. മുട്ട വരുന്ന സമയത്ത് സ്ത്രീകൾ അങ്ങനെയുള്ള പുരുഷന്മാരോടാണ് അവർക്ക് ആകർഷണം വരുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ അവിടെ പറയുകയുണ്ടായി. അതായത് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, നാച്ചുറൽ ബോഡിയും സ്റ്റെറോയിഡ് ബോഡിയും എന്താ വ്യത്യാസം, അത് ചോയ്സ് അല്ലേ എന്ന്. അതൊന്ന് ആലോചിച്ച് നോക്കണം. 18 വർഷം ഇങ്ങനെ ഇരിക്കുന്നതും 2 മാസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നത് ഒരുപോലെയാണ്, അത് ചോയ്സ് ആണെന്ന്. ഇത് പറയുന്നവന് നാണം വേണ്ടേ? അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നാച്ചുറൽ ബോഡി എന്ന് പറഞ്ഞാൽ, എനിക്ക് അന്ന് ഈ സൊസൈറ്റിക്ക് ഈ യാഥാർത്ഥ്യമൊന്നും അറിയത്തില്ല. ഞാൻ പറയണതിന് മുമ്പ് വരെ ഈ നാച്ചുറൽ ബോഡി ഇതിനാണ് ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ഞാൻ പറയുമ്പോഴാണ് ആദ്യമായിട്ട്, ഇപ്പോൾ അല്ല, 2022 പകുതിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നാച്ചുറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഈ ബയോളജിക്കലായിട്ടുള്ള ഈ ഫാക്റ്റൊക്കെ പറഞ്ഞിട്ട് ഈ മെച്ചപ്പെട്ട കുട്ടികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നാച്ചുറൽ ബോഡിയുള്ള പുരുഷന്മാരോട് താല്പര്യം എന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ്, അപ്പോൾ ആദ്യത്തെ ആ യാഥാർത്ഥ്യ സൊസൈറ്റിയുടെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം അതിനെ കണക്ട് ചെയ്തിട്ട് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അതായത് ഞാൻ പണ്ട് മുതലേ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണും. ഇംഗ്ലീഷ് സിനിമ കാണാൻ തന്നെ കാരണമായത് ഈ WWE കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് സിനിമയിലെ സിറ്റീസൊക്കെ കാണിക്കുമല്ലോ, അവിടുത്തെ വലിയ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ, അവരുടെ ടെക്നോളജി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ ഇതുപോലെ ആവാത്തത്? എന്തുകൊണ്ട് അവരങ്ങനെ ആയി? എന്താണ് നമ്മുടെ നാട് ഡെവലപ്പ് ആവാത്തതിൻ്റെ പ്രശ്നം? ഇതൊക്കെ എന്താണ് യഥാർത്ഥ പ്രശ്നം? എനിക്ക് ഈ സെൽഫിഷ്നെസ് കുറവാണ്. ഈ സെൽഫിഷ് സ്വഭാവം കൂടിയാലേ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും നടന്നാൽ മതി. പണ്ടാരടങ്ങാൻ എനിക്ക് ആ സെൽഫിഷ്നെസ് കുറവാണ് പണ്ട് മുതൽ. അതൊരു ശാപമായിട്ടാണ്. അത് ഒരു സൈഡ് ശാപമാണെങ്കിൽ മറു സൈഡ് എനിക്ക് അതിൻ്റെ പ്രതിഫലം നോളജാണ്. ഇപ്പം ഞാൻ സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആരെക്കുറിച്ചും ചിന്തിക്കണ്ടല്ലോ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട. എങ്ങനെ നിങ്ങൾക്ക് കുറേ സ്റ്റെറോയിഡ് സപ്ലിമെൻ്റ് ഒക്കെ വിറ്റ് നിങ്ങളെയൊക്കെ സുഖിപ്പിച്ചിട്ട് എനിക്കിങ്ങനെ പണം വെച്ചിട്ട് എനിക്ക് സുഖിക്കാമെന്നേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ത് പറ്റും? എനിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സൊസൈറ്റി എങ്ങനെ നന്നാക്കാം? സൊസൈറ്റിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് യൂറോപ്പിനെ പോലെ ജപ്പാനെ പോലെ നമ്മുടെ നാടാവുന്നില്ല? എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഞാൻ പറ്റി? അത് നമുക്ക് സെൽഫിഷ് ഇല്ല. എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ കിടക്കുന്നു? സെൽഫിഷ് സ്വഭാവം ഉള്ളവ ഇതും ചിന്തിക്കൂല. അവൻ പറയും ഇതൊക്കെ എങ്ങനെ കിടക്കട്ടെ, എനിക്ക് കുറേ പണം ഉണ്ടാക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം. എന്ത് പറയാൻ, അത് എൻ്റെ ഒരു ശാപമാണ്. അത് ആ സൈഡിൽ ശാപമാണെങ്കിൽ മറു സൈഡ് എൻ്റെ ഈ സെൽഫിഷ് ഇല്ലാത്ത സ്വഭാവമാണ്. ഈ 30 വയസ്സായില്ല, ഈ 30 വയസ്സാകാൻ പോകുന്നു, ആ സമയത്ത് പോലും എനിക്ക് ഇത്രയും വലിയ അറിവ് കിട്ടിയത് ഈ സെൽഫിഷ് ഇല്ലാത്ത സ്വഭാവമാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, ഇതൊക്കെ എങ്ങനെ നന്നാക്കാം, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങും, ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് നോളജ് കിട്ടും. അപ്പോൾ എൻ്റെ ഈ സെൽഫിഷ് ഇല്ലാത്ത സ്വഭാവം കൊണ്ട് എനിക്ക്
ജീവിതത്തിൽ കിട്ടിയത് വലിയ നോളജാണ്, ഒരുപാട് നോളജ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നാടിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് എന്തുകൊണ്ട് ജപ്പാൻ പോലെയോ യൂറോപ്പ് പോലെയൊക്കെ എന്തുകൊണ്ട് നമ്മുടെ നാട് മാറുന്നില്ല? അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണ്. അപ്പം ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ മതമാണോ പ്രശ്നം, വിദ്യാഭ്യാസമാണോ പ്രശ്നം? അപ്പം ഞാൻ നോക്കിയിട്ട് മതവും വിദ്യാഭ്യാസവും ഒന്നും അല്ല, ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. അന്ന് എനിക്ക് കത്തിയില്ല, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് പ്രശ്നം. അപ്പോഴാണ് ഞാൻ ഈ ബോഡി ബിൽഡിങ്ങുമായിട്ട് നമ്മുടെ ഇതിൻ്റെ ആൻസറുമായിട്ട് കണക്ട് ചെയ്തത്. കാരണം ഞാൻ സൊസൈറ്റി നോക്കിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഈ നല്ല ശാരീരികമായിട്ട് ശക്തരായിട്ടുള്ള നാച്ചുറൽ ബോഡിയുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു മുട്ട വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കും. കാരണം അങ്ങനെയുള്ള പുരുഷന്മാരോട്ട് ഇണയർന്ന നല്ല മെച്ചപ്പെട്ട കുട്ടികളുണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ തിരഞ്ഞെടുക്കും. അപ്പം ഞാൻ സൊസൈറ്റി നോക്കിയപ്പോൾ ഈ ഒരു സംഭവമല്ല നടക്കുന്നത്. അതായത് സ്ത്രീകൾ ബയോളജിക്കലി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്തിനാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പം സൊസൈറ്റിയിൽ അങ്ങനൊരു മേറ്റിങ്ങേ ഇല്ല. സൊസൈറ്റിക്ക് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഈ മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞങ്ങ് നടക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഇതാണ് കാര്യം. അപ്പം മെച്ചപ്പെട്ട കുട്ടികൾ ഈ സൊസൈറ്റിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? സൊസൈറ്റി ഡെവലപ്പ് ആവും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങൾ. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ മറ്റേ ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കണം, നല്ല കുട്ടികളെ ഉണ്ടാക്കണം, അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഈ ഗോൾ എന്താണ്? നല്ല ആരോഗ്യമുള്ള കുട്ടികൾ സൊസൈറ്റിയിൽ ജനിക്കണം. അപ്പോൾ എനിക്ക് യഥാർത്ഥ പ്രശ്നം മനസ്സിലായി. ജപ്പാൻ പോലെയോ മറ്റ് രാജ്യങ്ങൾ പോലെയോ ഇവിടെ ഡെവലപ്പ് ആവാത്തതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണെന്ന് എനിക്ക് പിടികിട്ടി. അപ്പോൾ അത് ചെയ്തെടുത്താൽ ഈ നാട് നന്നാവുള്ളൂ. ഒന്ന് ആലോചിക്കണം, ഇതൊക്കെ ഞാൻ എന്തിനാണ് പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ? ഇതാണ് പറഞ്ഞത്. നമ്മളിത് മൊത്തം ഈ കുത്തിയിരുന്ന് പഠിക്കുന്ന എല്ലാ ഈ സൊസൈറ്റി എന്താണ് പ്രശ്നം, ഈ നാടിനെ എങ്ങനെ മാറ്റാമെന്ന് ആലോചിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഈ സൊസൈറ്റിയെക്കുറിച്ച് ആലോചിച്ച് കുത്തിയിരുന്ന് ലേൺ ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഈ സെൽഫിഷ് സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോഴേ എൻ്റെ സ്വന്തം കാര്യം നോക്കി സൊസൈറ്റിയോ നാടോ മറ്റുള്ളവരോ നിങ്ങൾ സ്റ്റെറോയിഡ് എടുത്ത് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വന്നാൽ എനിക്കെന്താ, അങ്ങനെ ചിന്തിച്ചാണ് സെൽഫിഷ് സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ എനിക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് മറ്റേ യൂറോപ്പിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഈ യൂറോപ്യൻസിനെ കുറിച്ച്. കാരണം ഈ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങളും അവിടെയുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയ ഈ സൊസൈറ്റിയിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കണം, അതിനുവേണ്ടി ബോധവൽക്കരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ജനിതക രോഗങ്ങളുള്ള ആളുകൾ കുട്ടി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എനിക്ക് പറയേണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ എന്നെ ഈ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഇവിടെയുള്ള ഈ നമ്മുടെ നാട്ടിലുള്ള ജനിതക രോഗങ്ങളുള്ള ആളുകൾ അവർ കുട്ടികളെ ഉണ്ടാക്കരുത്, കുട്ടികളെ ഉണ്ടാക്കിയാൽ വീണ്ടും ജനിതക രോഗങ്ങളുള്ള കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത കൂടും എന്ന് ഞാൻ പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. അതായത് എൻ്റെ ജീവിതത്തെയോ എൻ്റെ സ്വകാര്യ ജീവിതത്തെയോ ഒന്നും ബാധിക്കത്തില്ല. ഞാൻ ഇത് പറയുന്ന മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് പറഞ്ഞത്, ഈ സെൽഫിഷ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഇതാണ്. നമ്മളെപ്പോഴും ഓവറായിട്ട് മറ്റുള്ളവരെ കുറിച്ച് വറി ചെയ്യും. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ളവരെ കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും ഇൻവോൾവ് ചെയ്യും. മനസ്സിലാവും? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് വെട്ടി തുറന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും കിട്ടണമുണ്ടോ, എനിക്കൊരു നേട്ടം, എനിക്ക് ഹെയ്റ്റേഴ്സ് കൂടിയെന്നേ ഉള്ളൂ, എന്നെ ആളുകൾ തെറി വിളിച്ചെന്നേ ഉള്ളൂ, എന്നെ ആളുകൾ വെറുത്തന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വെറുപ്പാണ് വരുന്നത്. അതേസമയം നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ സുഖിപ്പിച്ച് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ച ഒരു ഹേറ്റേഴ്സും ഉണ്ടാവില്ല. ഞാനായിരുന്നു സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും പറ്റി എനിക്ക് സുഖിക്കാനും പറ്റുമായിരുന്നു. അവനെ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ഒരു ഇതിലോടാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയത് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആ കോട്സൊക്കെ പറഞ്ഞത്, തല ഏതായാലും ബോഡി നന്നായാൽ മതി. അതായത് ഇത്രയും ഭാഗത്തിനപ്പുറം ഞാൻ വില കൊടുക്കത്തില്ല. അതൊക്കെ സെക്കൻഡറി ആണ്. എൻ്റെ കണ്ണിൽ ഈ കഴുത്ത് തൊട്ട് താഴോട്ട് വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതായിരിക്കുന്നതാണ് പ്രൈമറി. ഈ കഴുത്ത് തൊട്ട് മുകളിലോട്ട് ഇരിക്കുന്നതൊക്കെ എന്താണ്, സെക്കൻഡറി ആണ്. അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഈ സമയത്തും ഇതാണ് റിയാലിറ്റി. അതായത് തല ഏതായാലും, അത് ആഫ്രിക്കക്കാരൻ്റെ തലയായാലും ചൈനക്കാരൻ്റെ തലയായാലും കൊറിയക്കാരൻ്റെ തലയായാലും ഇന്ത്യക്കാരൻ്റെ തലയായാലും ആ തല ഏതായാലും ബോഡി ഇതാ നാച്ചുറലായിട്ട് സ്ട്രോങ് ആയിട്ടിരുന്നാൽ മതി. ഒരു കാര്യം കൂടെ ആലോചിക്കണം, സ്ത്രീകൾക്ക് മാസത്തിൽ മുട്ട വരുമല്ലോ. സ്ത്രീകൾ മുട്ട വരുന്ന സമയത്ത് മുഖം നോക്കി ഒരു സ്ത്രീയും പോകത്തില്ല.
അതായത് ഈ മുഖം നോക്കിയിട്ടല്ല പോകുന്നത്, അവർ ശക്തരായിട്ടുള്ള നാച്ചുറൽ ബോഡി, അതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അത് മുട്ട വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, അതിനാണ് ആ DNA. ഇത് സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അങ്ങനെയാണ് പരിണാമപരമായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. അത് മെച്ചപ്പെട്ട കുട്ടികളുണ്ടാവാനുള്ള സാധ്യത കൂടും. അവർ കൂടുതൽ നോക്കുന്ന ശാരീരികപരമായിട്ട് നല്ല ശക്തരായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണൊക്കെ കൂടിയ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന പുരുഷന്മാരെയാണ് അവർ നോക്കുന്നത്. ഇത് ബയോളജിക്കൽ റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് വേണേൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതൊക്കെ പല ആളുകളും എന്നെ ഇതൊക്കെ പറയുമ്പോൾ തെറി വിളിക്കുന്നത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മാസത്തിൽ മുട്ട വരുമ്പോൾ സ്ത്രീകൾ നാച്ചുറൽ ബോഡിയുള്ള ശക്തരായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അത് അവരറിഞ്ഞുകൊണ്ടുമല്ല, അതും അറിയണം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ സൊസൈറ്റിക്ക് വേണ്ടിയാണ്. അല്ല, എനിക്ക് പിന്നെ ഒരു കുറ്റബോധം. ഇപ്പം ഈ ഗ്രൂപ്പിലുള്ളവന്മാരെ ഇവരെ ഗ്രൂപ്പൊക്കെ എടുത്ത് കളഞ്ഞു. അവസാന സമയം വന്നപ്പോഴേക്ക് എൻ്റെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി കളഞ്ഞല്ലോ, അല്ലെ ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ വേണ്ടി സംസാരിച്ച് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു റിഗ്രറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങി. ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഇങ്ങനെ ആരോഗ്യം, അതിൻ്റെ ഇടയിലാണ് എന്തു പറയുക, ഈ വിഷയങ്ങൾ മൊത്തം ഇതിലോട്ടൊക്കെ പോയി. ഈ റൈസ് എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തിലോട്ട് പോയി. മനുഷ്യർ പല റൈസാണെന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ, അതിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ പോയി യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ സൂഡോ സയൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ യൂറോപ്യൻസ് ബാക്കിയുള്ളവരെക്കാളും സുപ്പീരിയർ ആണ്, അവരാണ് ലോകത്തുള്ള എല്ലാം കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൂഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ കപടമായിട്ടുള്ള ഐഡിയോളജികളിലോട്ടൊക്കെ പോയി. അതായത് കണ്ടുപിടുത്തങ്ങൾ നോക്കി അവന്മാരാണ് കണ്ടുപിടിച്ചത്. പക്ഷെ സാഹചര്യം അറിയണം. ഇപ്പം ഇന്ന് ആഫ്രിക്കയുള്ള ആളുകൾ യൂറോപ്പിലാണ് ജനിച്ചിരുന്നെങ്കിൽ അവരായിരിക്കും, ഞാൻ പറഞ്ഞു സാഹചര്യം. ഇപ്പോൾ ഇലോൺ മസ്ക് ഇന്ത്യയിലാണ് ഇലോൺ മസ്ക് ജനിച്ചെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ആവും? എൻ്റെ ചോദ്യമാണ്. ഇലോൺ മസ്ക് ഇന്ത്യയിൽ കേരളത്തിൽ ജനിച്ചെങ്കിൽ ആവും? ഇല്ല. അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് ലോക കോടീശ്വരനാവണോ അമേരിക്കയിൽ ജനിക്കണമെന്ന് എനിക്കറിയാം, അല്ലാതെ ഒരാൾക്കും ആവാൻ പറ്റൂല. അപ്പോൾ ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ എത്തി. സൗത്ത് ആഫ്രിക്കയിലാണ് അയാൾ ജനിച്ചത്. അപ്പോൾ ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ടാണ് അയാൾ ലോക കോടീശ്വരനായത്. ഇലോൺ മസ്ക് ആഫ്രിക്കയിൽ ജനിച്ചെങ്കിൽ കോടീശ്വരനാവോ? ഇല്ല. അപ്പം നമ്മൾ ഏത് പ്രദേശത്ത് ജനിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ. ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യർ കുറച്ച് തണുപ്പുള്ള പ്രദേശം, യുറേഷ്യയുടെ പരിസരത്തൊക്കെ ജീവിച്ച്. അപ്പോൾ തണുപ്പത്ത് ജീവിക്കാൻ പാടാണ്. അപ്പോൾ തണുപ്പത്ത് ജീവിക്കാൻ പാടായതുകൊണ്ട് അവർ കൂടുതൽ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കണ്ടുപിടുത്തം വേണ്ടി വരും. അവർക്ക് തണുപ്പിനെ ഒഴിവാക്കാനുള്ള ബൂട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അവർക്ക് തണുപ്പിനെ ഒഴിവാക്കാനുള്ള കമ്പിളി കണ്ടുപിടിക്കേണ്ടി വരും. അവർക്ക് ഭക്ഷണം കണ്ടെത്താൻ കൂടുതൽ മൃഗങ്ങളെ ഇണക്കി വളർത്തേണ്ടി വരും. അപ്പോൾ കൂടുതൽ ജീവിക്കാൻ പാടുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ജീവിക്കാൻ എളുപ്പമുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് നേച്ചറിൽ ഇണങ്ങി ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇലോൺ മസ്ക് ഇന്ത്യയിൽ ജീവിച്ചാൽ ഇലോൺ മസ്ക് ലോക കോടീശ്വരനാവില്ല. ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ടാണ് കോടീശ്വരൻ. അതുപോലെ ഒരു കൂട്ടം മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കൂട്ടം മനുഷ്യർ യൂറോപ്പിൻ്റെ ഭാഗത്തോട്ട് പോയല്ലോ. യൂറോപ്പിൻ്റെ ഭാഗത്തോട്ട് പോയി അവിടെ അവർ ജീവിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ അതിജീവിക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവർ ഇങ്ങനെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. തണുപ്പുള്ള പ്രദേശത്ത് ജീവിക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ വന്ന ഈ യൂറോപ്പിലുള്ള ആളുകൾ ബാക്കിയുള്ള മനുഷ്യരെക്കാളും സുപ്പീരിയർ ആണ്. അങ്ങനെയൊക്കെ ഉള്ള ഐഡിയോളജികൾ ഞാൻ പറഞ്ഞല്ലോ, അത് സാഹചര്യം കണ്ടല്ലോ. അവരവിടെ ജീവിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പാടാണ്, അവർക്ക് കൂടുതൽ കണ്ടുപിടിക്കേണ്ടത്. അത് അവരുടെ ആവശ്യമാണ്, അവരുടെ നീഡാണ്. ആഫ്രിക്കക്കാരന് എന്താണ് അങ്ങനെ ആവശ്യമില്ല. അവന് തണുപ്പില്ല, അവന് ഭക്ഷണങ്ങൾ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അവനൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സാഹചര്യം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റവന് ജീവിക്കാൻ പാട്, അവന് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. യവന് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ സാഹചര്യമാണ് ഓരോരുത്തരെയും കണ്ടുപിടുത്തങ്ങളിലോട്ട് നയിക്കുന്നത്. സാഹചര്യമാണ്, പരിസ്ഥിതിയാണ്. അതും കൂടെ തിരിച്ചറിയണം. അപ്പോൾ അവിടെയുള്ളവർ മറ്റുള്ളവരെക്കാളും ഉന്നതരാണ് എന്നൊക്കെ ഉള്ള ഒരു തരം ഐഡിയോളജി എന്നല്ല, ഒരു സൂഡോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ, അതായത് ഇലോൺ മസ്ക് ബാക്കിയുള്ളവരെക്കാളും കിടിലാണെന്ന് പറയുകയാണ്. അത് അയാൾ ഇപ്പോൾ ഒരാൾ ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഇപ്പോൾ അംബാനിയെക്കാളും കിടിലോ എന്ന് പറയുകയാണ്. ഒരാൾ പറയുകയാണ് അംബാനിയെക്കാളും സുപ്പീരിയർ ആണ് ഇലോൺ മസ്ക് എന്ന് പറയുകയാണ്. ഇലോൺ മസ്ക് ഇന്ത്യയിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഇലോൺ മസ്കിന് അംബാനിയെക്കാളും സുപ്പീരിയർ ആണെന്ന് പറയാൻ പറ്റും? ഇല്ല. ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ടാണ് ആവാൻ പറ്റും.
അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യർ തണുപ്പുള്ള പ്രദേശത്ത് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് ജീവിക്കാൻ പാടും, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു. ഈ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം, മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയാണ് അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. അവരുടെ നീഡാണ്. അവർക്ക് തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് കണ്ടുപിടിച്ചേ പറ്റൂ, ആഫ്രിക്കയുള്ളവർക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങൾ വന്നത്. അത് ഈ വെള്ളക്കാരെന്ന് പറയുന്ന മനുഷ്യർ, യൂറോപ്യൻസ് ബാക്കിയുള്ളവരെക്കാളും സുപ്പീരിയർ ആയതുകൊണ്ടല്ല. അത് തിരിച്ചറിയണം. ഈ വെള്ളക്കാർ സുപ്പീരിയർ അല്ല, ബാക്കിയുള്ളവരെക്കാളും സുപ്പീരിയർ അല്ല. അതായത് ഇലോൺ മസ്ക് ലോക കോടീശ്വരനായത് അയാൾ ബാക്കിയുള്ളവരെക്കാളും സുപ്പീരിയർ ആയി, ബാക്കിയുള്ള പണക്കാർ ഇന്ത്യയുള്ള അംബാനിയെക്കാളും സുപ്പീരിയർ ആയതുകൊണ്ടല്ല. അംബാനി ഇന്ത്യയിലാണ് ജനിച്ചത്, അയാൾ അമേരിക്കയിലാണ് ജനിച്ചത്. അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് ലോക കോടീശ്വരനാവാനുള്ള സാധ്യത 100 ഇരട്ടിയോളം കൂടുതലാണ്. പ്രോബബിലിറ്റി, സാധ്യത കൂടുതലാണ്. ഇന്ത്യ ജനിക്കുന്ന ഒരാൾക്ക് സാധ്യത കുറവാണ് ലോക കോടീശ്വരനാവാൻ. ലോകത്തിലുള്ള വലിയ പണക്കാരെ വെച്ച് നോക്കിയാൽ അംബാനി വലിയ ആളൊന്നുമല്ല. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ യൂറോപ്യൻസ് ഒരിക്കലും അതുകൊണ്ട് ബാക്കിയുള്ളവരെക്കാളും സുപ്പീരിയർ അല്ല. അവർ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചത് എന്താണ്? അവർക്ക് ജീവിക്കണമെങ്കിൽ കണ്ടുപിടിച്ചേ പറ്റും. ആ അവസ്ഥയിൽ എത്തിയോണ്ടാണ്. അല്ലാതെ എല്ലാവരും ഇപ്പോൾ ആഫ്രിക്കക്കാരും യൂറോപ്യൻസും ഒരേ സ്ഥലത്താണ് ജീവിച്ചത്, എന്നിട്ടല്ല കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവർ സുപ്പീരിയർ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അവർ ജീവിച്ച സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാൻ അത് കണ്ടുപിടിക്കേണ്ടി വന്നു. ആഫ്രിക്കക്കാരന് അത് കണ്ടുപിടിക്കാതെ ജീവിക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. അല്ലാതെ യൂറോപ്യന്മാർ ബാക്കിയുള്ളവരെക്കാളും സ്പെഷ്യൽ അല്ല, അവർ അവർ സുപ്പീരിയർ അല്ല, അങ്ങനെയൊക്കെ പറയുന്ന വിഡ്ഢിത്തമാണ്. അതായത് അംബാനി, ഇന്ത്യയിൽ ജനിച്ച അംബാനി ലോക കോടീശ്വരനാവാത്തത് അംബാനിയുടെ കഴിവ് ഇല്ലായ്മയാണ്. അമേരിക്കയിൽ ജനിച്ച ഇലോൺ മസ്ക് ലോക കോടീശ്വരനായത് ഇലോൺ മസ്കിന്റെ കഴിവാണ്. അത് ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ടാണ്. അതുപോലെ തണുപ്പുള്ള പ്രദേശത്ത് പോയതുകൊണ്ട് അവിടെ ജീവിക്കാൻ പാടാണ്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു. അതുകൊണ്ട് യൂറോപ്യൻസ് ഒന്നും ഒരിക്കലും സുപ്പീരിയർ അല്ല. പക്ഷേ ഈ ഒരു ലെവലിലല്ലായിരുന്നു ആ പണ്ടത്തെ ആ ഗ്രൂപ്പിനകത്ത് ഉള്ള സംസാരമൊക്കെ. എന്താണ് യൂറോപ്യൻസ് എന്തോ വലിയ സംഭവമാണ്, അവർ കണ്ടുപിടിച്ചത് ഇതുകൊണ്ടാണെന്നും കൂടെ അറിയണം. അല്ലാതെ അവന്മാരെന്തോ ബാക്കിയുള്ളവരെക്കാളും സ്പെഷ്യൽ ആയിട്ടല്ല, അവൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്ന്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച്, അത്രയേ ഉള്ളൂ. അതിൻ്റെ സാഹചര്യം അതായിരുന്നു. മറ്റവൻ അത് കണ്ടുപിടിക്കാതെ ജീവിക്കാൻ പറ്റും. മനസ്സിലായി? പരിസ്ഥിതിയാണ് നമ്മൾ എവിടെയാണ് ജനിക്കുന്നത്, അത് നമ്മൾ എങ്ങനെ ആയി മാറണമെന്ന് തീരുമാനിക്കപ്പെടും. പിടികിട്ടിയില്ല. അപ്പോൾ ഇതാണ് തിരിച്ചറിയേണ്ടത്. അപ്പം അങ്ങനെ യൂറോപ്പിനെ കുറിച്ച് പറയും. എന്നിട്ടോ തിരിച്ച് പിന്നെ ഇന്ത്യയിലോട്ടൊക്കെ എത്തി. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുഖത്തിന് പോലും വില കൊടുക്കാത്ത ആളാണ്. ആ വില നല്ല രണ്ടാം തരമായിട്ട് കാണുന്ന ആൾ. ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന എന്താ, നമ്മുടെ നാച്ചുറൽ ബോഡി. അതായത് ഒരാളുടെ പ്രൈമറി എന്ന് പറയുന്ന അയാളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമാണ്. ഇപ്പം എൻ്റെ ബൈസപ്സിൻ്റെയൊക്കെ ഷോൾഡറിനൊക്കെ സൗന്ദര്യം കണ്ടില്ല, ആപ്സിൻ്റെ സൗന്ദര്യം കണ്ടില്ല. ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് മുഖ സൗന്ദര്യം. അതാണ് ഞാൻ പറഞ്ഞത്, തല ഏതായാലും ശരീരം നന്നായാൽ മതി. നിങ്ങളുടെ തല ചൈനക്കാരൻ്റെ ആയാലും ജപ്പാൻകാരൻ്റെ ആയാലും ആഫ്രിക്കക്കാരൻ്റെ ആയാലും സായിപ്പിൻ്റെ ആയാലും ശരീരം നന്നായാൽ മതി. തല ഏതായാലും ശരീരം നന്നായാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ പല ആളുകളും അതായത് ഞാൻ ഈ പറഞ്ഞ വിഷയമൊന്നും അറിയത്തില്ല. അതായത് സാഹചര്യം കൊണ്ടാണ് അവന്മാർക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്, യൂറോപ്പിലുള്ളവന്മാർക്ക്. അപ്പോൾ അവന്മാർക്ക് അവിടെ ജീവിക്കാൻ പാടാണ്ട് കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ അവന്മാരിങ്ങനെ അങ്ങനെ സാഹചര്യം കൊണ്ട് കണ്ടുപിടിക്കാൻ വന്നുകൊണ്ട് തന്നെ യൂറോപ്പിലുള്ളവന്മാർ ഭയങ്കര സുപ്പീരിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുതരം എക്സ്ട്രീം ഐഡിയോളജി, അതായത് ഇന്ന് ഈ ആധുനിക സമൂഹത്തിന് ചേരാത്ത ഐഡിയോളജിയൊക്കെ ആയിരുന്നു ആ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞത് സാഹചര്യമാണ് ഓരോ ഗ്രൂപ്പിനെ അങ്ങനെ ആക്കി മാറ്റുന്നത്. സാഹചര്യം, അല്ലാതെ അവരുടെ പ്രത്യേക കഴിവല്ല. മനസ്സിലായില്ലേ? ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ട് അയാൾക്ക് സാഹചര്യം അനുകൂലമായി ലോകത്തിലെ ഫസ്റ്റ് ട്രില്യണർ ആയെന്നോ ആവാൻ പോകുന്ന മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ. അംബാനി ഇവിടെ ജനിച്ചുകൊണ്ടുള്ള സാഹചര്യത്തിൽ അയാൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇലോൺ മസ്കിനെ അപേക്ഷിച്ച് അംബാനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് കരുതി അംബാനി മോശമല്ല. നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളതിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിയണം. എവിടെ ജനിക്കുന്നു, നമ്മൾ എവിടെ ജീവിക്കുന്നു, അതാണ് നമ്മുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ യൂറോപ്യൻസ് അങ്ങനെ ആവാൻ കാരണം അവരുടെ പരിസ്ഥിതിയാണ്. പരിസ്ഥിതി ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ഓരോന്ന് കണ്ടുപിടിപ്പിച്ചതാണ്. അല്ല അവരുടെ ചോയ്സ് അനുസരിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നാൽ നമുക്ക് കുറേ കാര്യം കണ്ടുപിടിക്കാമെന്നല്ല. കണ്ടുപിടിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കണ്ടുപിടിച്ചാലേ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അല്ലാതെ ബാക്കിയുള്ളവർ താഴെയും മുകളിലൊന്നും യഥാർത്ഥത്തിൽ അല്ല. മനസ്സിലായി? എന്നാൽ നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അംബാനിയുടെ ഇലോൺ മസ്കിന്റെ ഉദാഹരണം പറഞ്ഞ അതാണ്. സാഹചര്യം, എവിടെ ജനിക്കുന്നുള്ള സാഹചര്യമാണ് അങ്ങനെ ആക്കി മാറ്റുന്നത്. അപ്പോൾ സാഹചര്യമാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ആഫ്രിക്കക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് പ്രകൃതിയോട് ഈസി ആയിട്ട് ഇണങ്ങി ജീവിക്കാം. അവർക്കൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനിയിപ്പോൾ ആഫ്രിക്കയിലും മഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അവരും കണ്ടുപിടിക്കും. എന്തു വെച്ചാൽ കണ്ടുപിടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി കണ്ടുപിടിക്കേണ്ടി വരും. അവർക്ക് ഫോഴ്സ്ഫുള്ളി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതാണ് വ്യത്യാസം. ഇവർക്ക് അങ്ങനെ വന്നു. അങ്ങനെയാണ് അവർ ഈ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളിൽ അവർ കൂടുതൽ കണ്ടുപിടിച്ച്, അല്ലാതെ ബാക്കിയുള്ളവർ മോശമായതുകൊണ്ടൊന്നും അല്ല. ഇത് തിരിച്ചറിയണം. അപ്പോൾ എന്നിട്ട് ഇന്ത്യയുടെ കൾച്ചറിലോട്ട് എത്തി. അപ്പോഴാണ് ആ ഗ്രൂപ്പിലുള്ള കുറേ എണ്ണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അതായത് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്കൊരു ഗോളുണ്ട്. എനിക്കറിയാം സ്ത്രീകൾക്ക് മാസത്തിൽ മുട്ട വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടാൻ വേണ്ടി ആരോഗ്യമുള്ള പുരുഷൻ തിരഞ്ഞെടുക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ സൊസൈറ്റിയിൽ എന്താണ് ആളുകളൊക്കെ നല്ല ഹെൽത്തി ആക്കി ഒരു ജപ്പാൻ പോലെ യൂറോപ്പ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ സെൽഫിഷ് ഇല്ലായ്മ ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്തയിലാണ്. അതേസമയം സെൽഫിഷ് ഉണ്ടായിരുന്നെങ്കിൽ ചെറുതും വിറ്റ് എൻ്റെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നു. നമുക്ക് അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ സംഭവങ്ങൾ വന്നത്. അതായത് ഇവിടെ ഉള്ള ട്രൈബ് ഉണ്ടല്ലോ, ASS ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ്, ഇന്ത്യയിലുള്ള 3 ഇതാണ്. പിന്നെ ഇറാനിയൻ സാഗ്രോസ്, പിന്നെ ഉള്ള മറ്റേ സ്റ്റെപ്പി എന്ന് പറയുന്നവർ, യുറേഷ്യൻ ട്രൈബ്, യുറേഷ്യയിൽ വന്നവർ. അപ്പോൾ അവരനുസരിച്ചാണ് ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം മാറിയത്. അപ്പോൾ അവർ തണുപ്പുള്ള പ്രദേശത്ത് നിന്ന് വന്നവരാണ് ഈ സ്റ്റെപ്പി എന്ന് പറയുന്നവർ. യുറേഷ്യൻ നല്ല തണുപ്പുള്ള അവിടെ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരാണ് ഇവിടെ വന്ന് പിൽക്കാലത്ത് ഈ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് മാറിയത്. പിന്നുള്ള ഈ സാഗ്രോസ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പി എന്ന് പറയുന്നവർ ഈ കുതിര രഥങ്ങളിൽ കുതിരേനെ ഇണക്കി വളർത്തി വരുന്ന ഒരു നാടോടി കൂട്ടമാണ്. സാഗ്രോസ് എന്ന് പറയുന്ന കൃഷിയൊക്കെ കണ്ടുപിടിച്ചുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഇറാനിയൻ ഫാർമേഴ്സ്. ഇവിടെ ഉള്ള ASSI എന്ന് പറയുന്ന ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ്, ഇവിടെ ഉള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, ഈ ഇവിടെയുള്ള ഹണ്ടർ ഗാദറായിട്ട് ജീവിച്ച ആളുകൾ, അവർക്ക് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പി എന്ന് പറയുന്നവൻ മറ്റുള്ളവരെ ഇവരെക്കാൾ സുപ്പീരിയർ എന്ന് പറയുന്ന എന്താണ്? അത് തെറ്റാണ്. കാരണം ഇവിടെ ഉള്ള ഹണ്ടർ ഗ്യാദറിന് ഒന്നും കണ്ടുപിടിക്കണ്ട, അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. മറ്റവന് കണ്ടുപിടിച്ചാൽ ഇപ്പം ഈ സ്റ്റെപ്പി കുതിര ഇവിടെയുള്ള ASSI എന്നുള്ള മനുഷ്യൻ, ഇവിടെയുള്ള ഹണ്ടർ ഗ്യാദേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും കണ്ടുപിടിക്കാത്തത്? അവർക്ക് കുതിര കണ്ടുപിടിക്കാത്ത എന്താ? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് സുഖമായിട്ട് നേച്ചറിൽ ജീവിക്കാം. ഹണ്ടർ ഗ്യാദർ ഹട്ട്സ ട്രൈബ് ജീവിക്കുന്നില്ല, അതുപോലെ ജീവിക്കാം. മറ്റവൻ തണുപ്പിൽ അതിജീവിക്കുന്നവനാണ്. അവൻ അവിടെ ജീവിക്കുക ഒരു മാങ്ങാത്തൊല്ലി. അതുകൊണ്ടാണ് അവന് ചക്രം കണ്ടുപിടിച്ച് കുതിര വണ്ടി വരേണ്ടി വന്നത്. അല്ല, കുതിര വണ്ടി കണ്ടുപിടിച്ചത് അവൻ്റെ കഴിവല്ല. അവൻ അങ്ങനെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സാഹചര്യം കൊണ്ട് ഒരുത്തൻ ഒന്ന് കണ്ടുപിടിച്ചാൽ അത് മറ്റുള്ളവരെക്കാളും അവൻ മികച്ചവനായിട്ട് മാറത്തില്ല. ഈ സത്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സത്യം യഥാർത്ഥത്തിൽ എന്താ പറയുക, ഞാനും അത്രത്തോളം അങ്ങ് ചിന്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ കയറി വന്നല്ലോ, അത് സാഹചര്യമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ അവന്മാർ അങ്ങനെ ചെയ്യത്തില്ല. സാഹചര്യം ഇവിടുത്തെ മെയിൻ റോൾ, ഒരു ഗ്രൂപ്പ് എങ്ങനെയായി മാറണമെന്ന് നിർണ്ണയിക്കുന്ന സാഹചര്യമാണ്. അല്ലാതെ ആ ഗ്രൂപ്പിന് പ്രത്യേക കഴിവൊന്നുമില്ല. അവൻ ആ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ അവന് കണ്ടുപിടിച്ചേ പറ്റൂ. സാഹചര്യം അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. ഇവന് സാഹചര്യം അങ്ങനെ വന്നില്ല. അപ്പോൾ സാഹചര്യം ഒരുത്തിന് വന്നു, അവൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവൻ സാഹചര്യം അങ്ങനെ വരാത്തവൻ താഴ്ന്നവനൊന്നും ആവത്തില്ല. ഇതാണ് സത്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഇത് എങ്ങനെയെങ്കിലും എത്ര നേരം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ് ഇത്രയും നാൾ എല്ലാം ഞാൻ നിർത്തില്ല, അവസാനം കൊണ്ട് ഞാൻ പറഞ്ഞു തരാമല്ല. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ് അത് മറ്റേ സ്റ്റെപ്പി, മറ്റേ യുറേഷ്യന് വന്ന സ്റ്റെപ്പി, പിന്നെ ഉള്ള സാഗ്രോസ്, പിന്നെ ASSI. അപ്പോൾ ഈ സാഗ്രോസ് എന്ന് പറയുന്നവർ ഇറാനിയൻ പർവ്വതമായിട്ടുള്ള സാഗ്രോസ് പർവ്വതത്തിൻ്റെ കീഴിൽ ജീവിച്ചവരാണ്. സാഗ്രോസ് അവർ കൃഷി കണ്ടുപിടിച്ചവരാണ്. അവരാണ് ഇങ്ങോട്ട് കൃഷിയൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഉള്ള സ്റ്റെപ്പി എന്ന് പറയുന്ന കുതിര രഥത്തി വന്നവന്മാർ, പിന്നീട് ഈ വേദിക്ക് ഇതും കൊണ്ട് വന്നവർ, ഇവിടെ ഉള്ളവർ ASSI. അപ്പോൾ ഇവർ വന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ കൂടുതൽ സാഹചര്യം, ജീവിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണോണ്ട് ഇവർ കുറച്ചുകൂടെ പുരോഗമിച്ച് ഇവർക്ക് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കാൻ പറ്റുന്നുണ്ട് ഒന്നും കണ്ടുപിടിക്കും. അപ്പോൾ ഇവർ ജീവിക്കാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് ഇവിടെയുള്ള ഈ മനുഷ്യരെ അടിമപ്പെടുത്തി. അങ്ങനെയാണ് ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നത്. പിടികിട്ടിയില്ലേ? അങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടാകുന്നത്. എല്ലാം ഈ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയ ഗ്രൂപ്പ് ഓരോ സ്ഥലത്ത് ജീവിച്ച് ചിലവർക്ക് ജീവിക്കാൻ പാടായതുകൊണ്ട് അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ അവരുടെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ ചത്തുപോകും. മറ്റവർ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. ഇത്രേ വ്യത്യാസമുള്ളൂ. ഈ ആഫ്രിക്കയിൽ നിന്ന് 70,000 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഗ്രൂപ്പ് തന്നെയാണ് എല്ലാവരും. ഇതാണ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഇവിടെയുള്ള ഇന്ത്യയുള്ള ആളുകളൊക്കെ മിക്സ് ആണല്ലോ. അപ്പോൾ മിക്സിനെ കുറിച്ച് ആ ഗ്രൂപ്പിന് സംസാരം തുടങ്ങി. അതായത് ഒന്ന് ആലോചിക്കണം, നല്ല ശാരീരിക ഇതുണ്ടാക്കി നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളായിരുന്നു. എന്താണ് ഈ ഇവിടുത്തെ മിക്സും കാര്യങ്ങളൊക്കെ. എൻ്റെ ഏക ഗോൾ എന്താ, തല ഏതായാലും ബോഡി നന്നായാൽ മതി. അതോ ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന,
സെൽഫിഷ് ഇല്ലാത്തുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ. സമൂഹത്തിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കണം, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ജനിക്കണം. എന്നിട്ട് അവർ ജപ്പാനെ പോലെയോ അവിടെയൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചേ നമ്മുടെ രാജ്യം ഒന്ന് കയറി വരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, അതും കൂടെ ഒക്കെ ഓർക്കണം. അപ്പം അങ്ങനെ വന്ന് ഇവിടെ ഉള്ളവർ ഞാൻ ഈ മുഖത്തിനെ വില കൊടുക്കാത്ത ആളാണ്, ഈ പ്രൈമറി ബോഡിയാണ്, ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് കാണും. അപ്പം മുഖം നോക്കിയിട്ട് സ്കിൻ കളറൊക്കെ നോക്കി, ഇപ്പം ഞാൻ കുറച്ച് ഫെയർ ആണല്ലോ, അത് നമ്മുടെ മിക്സിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റെപ്പി ഇന്ത്യയിൽ ഇതെല്ലാം മിക്സിൻ്റെയാണ്. സ്റ്റെപ്പി, പിന്നെ മറ്റേ സാഗ്രോസ്, പിന്നെ ASSI എന്ന് പറയുന്ന ഇവിടെ ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഓരോ മിക്സും കുറവൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് മറ്റേ ഈ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സൂഡോ സയൻസ്, സൂഡോയാണ്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്രിക്കക്കാരനും ഈ വെള്ളക്കാരനും തണുപ്പുള്ള സ്ഥലത്താണോ ജീവിച്ചത്, എന്നിട്ട് വെള്ളക്കാരെ മാത്രം കണ്ടുപിടിച്ചോ? ഇപ്പോൾ ഈ വെള്ളക്കാരെന്ന് പറയുന്നവന്മാർ ഇപ്പം ലോകത്ത് തണുപ്പെന്നുള്ള അവസ്ഥയില്ല, ഒരു പുല്ലും കണ്ടുപിടിക്കില്ല ഒരുത്തന്, മനസ്സിലായില്ലേ? അവൻ തണുപ്പുള്ള സ്ഥലത്ത് പോയപ്പോൾ അവൻ അവിടെ ജീവിക്കാൻ കണ്ടുപിടിക്കേണ്ട അവൻ്റെ സാഹചര്യമാണ് അവനെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചത്. അവൻ മറ്റുള്ളവർ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയ ആ ഗ്രൂപ്പ് തന്നെയാണ് ഇതെല്ലാം മാറിയത്. സാഹചര്യം ഇപ്പം ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചേണ്ടുള്ള സാഹചര്യം കൊണ്ടാണ് അയാൾ ഫസ്റ്റ് ട്രില്യണർ ആവാൻ പോണത്, മനസ്സിലായില്ലേ? ലോകത്തെ ഏത് രാജ്യത്ത് അയാൾ ജനിച്ചാലും ഫസ്റ്റ് ട്രില്യണർ ആവാൻ പറ്റത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിൽ അമേരിക്ക തന്നെ ജനിക്കണം. കാരണം അമേരിക്കയാണ് ലോക എക്കണോമി കൺട്രോൾ ചെയ്യുന്നത്. ഡോളറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്, പെട്രോൾ ഡോളറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോക എക്കണോമി നിലനിൽക്കുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ ആ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റിനുള്ള സൂഡോ സയൻസ് വെച്ചിട്ട് ഞാനും അത്രയും കോംപ്ലക്സ് ആയിട്ട് അന്ന് ചിന്തിച്ചില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. മറ്റേ ഇവിടെ മറ്റേ ഒന്നും ആലോചിക്കണം, ഇവിടെ മിക്സ് പറയാം. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ബ്രാഹ്മൺസ് ഉണ്ടല്ലോ, ഈ വലിയ അപ്പർ കാസ്റ്റ് എന്ന് സ്വയം പറയുന്ന ബ്രാഹ്മൺസ്, യവന്മാരുടെ സ്റ്റെപ്പി DNA 30% ഉണ്ട്. 30%ഒക്കെ ഉള്ളൂ, 20-30% ഉള്ളൂ ഈ നോർത്ത് ഇന്ത്യയുള്ള ബ്രാഹ്മണൻ. ഇവിടെ ഉള്ള ഒരു 15 മുതൽ 20-25% സ്റ്റെപ്പി DNA, യുറേഷ്യ എന്നുള്ള ഗ്രൂപ്പിൻ്റെ DNA. പിന്നെ ഉള്ള സാഗ്രോസിൻ DNA ആണ് 50 കൂടുതലുള്ള. പിന്നെ ഉള്ള ASSI, ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യ, ഇവിടെ 100 ആയിട്ട് ജീവിച്ച മനുഷ്യരുടെ DNA. അപ്പോൾ ഈ DNA പെർസെൻറ്റേജ് വെച്ചുള്ള ഒരു തരം റൈസിസം ഇവിടെ തുടങ്ങി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആ ഗ്രൂപ്പിലുള്ളവന്മാർ പറഞ്ഞ് എൻ്റെയും കൂടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്ത് വന്ന് ഞാൻ നല്ല ബോഡി ഉള്ളവരുണ്ടാക്കി ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എല്ലാം മിക്സ് ആണെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ അതിൽ കാര്യമില്ല. ഞാൻ നല്ല ആരോഗ്യമുള്ള, അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ റേസിസം കുത്തി എൻ്റെ തലയിലും കൂടെ കുത്തി കയറ്റി. ബ്രോക്ക് ഇത്ര പെർസെൻറ്റേജ് മറ്റേതുണ്ട്. അപ്പം ഞാൻ ഈ മിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ പഠിക്കുമല്ലോ. എനിക്ക് എല്ലാ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഭ്രാന്തുണ്ട്, ഒരു പ്രേരണയുണ്ട്. അപ്പം നമ്മൾ പഠിക്കും ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, ഇതെന്തുകൊണ്ടാണ് പലതായിട്ടിരിക്കുന്നത്, ഇവിടെ പണ്ട് ആരൊക്കെ വന്നു, ഏതൊക്കെ മിക്സ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അതിനാണ് മിക്സിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്താണ് ഒരു തരം റൈസിസം ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് എന്നെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ മിക്സ് ഉണ്ട്. അത് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും. നമ്മൾ ആരെങ്കിലും കുട്ടികളുണ്ടാക്കണം, അല്ല മിക്സിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കണ്ടില്ലേ, ബ്രോയുടെ സ്കിന്ന് ഫെയർ ആണ്, ബ്രോയുടെ മൂക്ക് നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു, അത് സ്റ്റെപ്പിക്ക് അങ്ങനെ വരുള്ളൂ, സ്റ്റെപ്പി മിക്സ് ഉണ്ട്, ബാക്കിയുള്ളവന് അതില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എന്ത് പറ്റി, ഇത് ഡയറക്ഷൻ വേറെ രീതിയിലോട്ട് പോയി. അതായത് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കണം, മുട്ട വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ബോഡി ബിൽഡിങ്ങിൻ്റെ ചർച്ചയിൽ തുടങ്ങിയ സാധനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് എപ്പോഴാണ് അറിയുന്നത്, ഒരു യുവാവ് കമൻ്റ് അയച്ചത് ഇന്ന് ഓർക്കുന്നുണ്ട്, പണ്ട് അയച്ചതാണ്, ആരാന്ന് അറിഞ്ഞൂടാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിരിക്കും. ബ്രോ ഞാനൊരു കാര്യം പറയുകയാണ് ബ്രോ, ഈ പബ്ലിക് ഗ്രൂപ്പൊക്കെ തുടങ്ങി, ബ്രോ വിചാരിക്കും പോലത്തെ ആളുകളായിരിക്കില്ല അതിൽ വരുന്നത്, പല ടൈപ്പുള്ള ആളുകൾ ആയിരിക്കും. അതായത് പല ടൈപ്പ് ദുരുദ്ദേശമുള്ള പല ആളുകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. ബ്രോയ്ക്ക് അവസാനം പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതായത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ഞാൻ പബ്ലിക്കായിട്ട് ഗ്രൂപ്പ് ഇട്ടാൽ അതിനകത്ത് എൻ്റെ ഹെയ്റ്റേഴ്സോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നശിക്കണമെന്നോ പല ഉദ്ദേശങ്ങളുള്ളവന്മാർ കയറി വരും. അത് ഞാൻ ഇന്നും ഇപ്പോൾ ഓർക്കുകയാണ്. ഇപ്പോൾ ഇന്നാണ് ഞാൻ അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് എത്ര കൃത്യമാണെന്ന്. അപ്പോൾ ഈ മിക്സ് പേരിലുള്ള സെർസിസം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 30% സ്റ്റെപ്പി ഉണ്ടെന്നുള്ള 30% വെച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് 30% സ്റ്റെപ്പി ഉണ്ട്, അതിനും ബാക്കിയുള്ളവന് സ്റ്റെപ്പി ഇല്ലാത്തവൻ എന്നെക്കാളും താഴെ എന്നൊക്കെ ഇങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടാവുന്നത് ഇന്ത്യയിലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ നിന്ന് യവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞ് എന്തോ എൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇരുന്ന് ചെവി കടിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു എന്തു പറ്റി, എനിക്കും അങ്ങനത്തെ ചിന്തകൾ വരാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, ബ്രോക്ക് സ്കിൻ കളർ അതാണ്, ബ്രോയുടെ ഞാൻ മുഖത്തിന് പോലും വരില്ല. നമ്മൾ നാച്ചുറലായിട്ട് ബോഡി ഉണ്ടാക്കുക, സ്ട്രോങ് ആക്കുക. ഈ മുഖമൊക്കെ സെക്കൻഡറിയാണ്, ഞാൻ മുഖമൊന്നും നോക്കാൻ പോലും പോകില്ല, കരുത്തുള്ള ബോഡി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവന്മാരിങ്ങനെ പറഞ്ഞ് ഞാനും ഇങ്ങനെ ചുറ്റും നോക്കാൻ തുടങ്ങി. അതായത് ഈ പേഴ്സൻറ്റേജ് വെച്ച് ഒരാളെ കാണുമ്പോൾ അയാൾക്ക് സാഗ്രോസ് ആണോ,
സ്റ്റെപ്പി DNA, നോർത്ത് ഇന്ത്യ മറ്റേ യുറേഷ്യൻ സ്റ്റെപ്പി DNA ഉണ്ടോ, മറ്റേ ASSI ആണോ കൂടുതൽ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങി. അതായത് ബുദ്ധി ആരോഗ്യമുള്ള കുട്ടിയെ ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ നല്ല ആരോഗ്യമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു റൈസിസം അതൊന്നായിരുന്നു. ഈ യുവന്മാർക്കെന്ന് പറയുന്നത് എന്താണ്, എല്ലാം മിക്സായി കിടക്കുന്നു. ഈ മിക്സ് വെച്ചുള്ള മിക്സിൻ്റെ പെർസെൻറ്റേജ് വെച്ചുള്ള ഒരു തരം റൈസിസം ഇവിടെ പണ്ടുണ്ടായിരുന്ന സാധനം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. പറഞ്ഞ് അത് സംഭവം വേറെ ഡയറക്ഷനിലോട്ട് പോയി. പിന്നെ ബുദ്ധി ആരോഗ്യമുള്ള കുട്ടി അതായത് ഞാൻ എന്തിനാണോ ഗ്രൂപ്പ് തുടങ്ങിയത് ആ സാധനമേ അല്ല. അതിനകത്ത് വന്നിരുന്നവന്മാർ പറഞ്ഞ് എൻ്റെ 2 ചെവിയിലും ഇരുന്ന് കടിച്ചിരുന്ന് ഇങ്ങനെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ കുത്തി ഇറക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാനും അരവിന്ദും കൂടെ 18 വർഷത്തെ കമ്പനിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങി നിങ്ങൾ എന്നെ കാണാനും ഇതിനൊക്കെയുള്ള കാരണം അരവിന്ദാണ്. എനിക്കില്ലെന്ന് ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് തള്ളി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരവിന്ദാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വർഷത്തെ 8ാം ക്ലാസ് പോലുള്ള കമ്പനിയാണ്. വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട്. അതായത് അരവിന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പിൽക്കാലത്ത് പല ആളുകളും വന്ന് കാണും. അതായത് ഞാനൊരു വാഴയ്ക്ക് അല്ലാത്ത സമയം, അതായത് വർക്കൗട്ടൊക്കെ ചെയ്യുമെങ്കിലും വലിയ ബോഡി ഇല്ല, എനിക്ക് വലിയ പണമില്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്തും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അരവിന്ദ്. അതാണല്ലോ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളും നമ്മളൊരു പുല്ലും ആവാതിരുന്നപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അരവിന്ദ് ഞാൻ നിൽക്കുന്ന ഫോട്ടോ കാണിക്കുക, നിങ്ങൾ നോക്കിയാണ് ഫോട്ടോ. ഇത്രയും വർഷത്തെ കമ്പനിയുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിലുള്ളവന്മാർ വന്നിരുന്നിട്ട്, അതായത് ഈ ഞാൻ തലയ്ക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ നല്ല ബോഡി ഉണ്ടാക്കണം, ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനത്തിൽ ആ ഗ്രൂപ്പിലുള്ളവന്മാർ വന്നിരുന്ന് ഇങ്ങനെ റൈസിസം കുത്തി ഇറക്കി. അത് പല ടൈപ്പ് സ്വഭാവമുള്ളവന്മാർ, എന്തൊക്കെ ഒരു തരം എന്താ പറയുക, ഫ്രസ്ട്രേഷൻ അടിച്ച് എന്തൊക്കെയോ ഡിസോർഡറൊക്കെ ഉള്ളവന്മാരെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ ട്രാൻസ്ഫോർമേഷനെ. ഞാൻ പോലും അറിയാതെ ഇവന്മാർ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ തലയിൽ കയറ്റി എനിക്ക് പോലും തോന്നി. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇവന്മാരിങ്ങനെ പറഞ്ഞ് അരവിന്ദിനെ ഇങ്ങനെ നോക്കിയപ്പോൾ അതെ അരവിന്ദിന് ഇപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അരവിന്ദിൻ്റെ സ്കിന്ന് നല്ല ഡാർക്കാണ്, സ്റ്റെപ്പി അരവിന്ദിന് മറ്റേ ഇങ്ങനെ മിക്സ് ഇല്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അതായത് ഇത്രയും വർഷം 8ാം ക്ലാസ് വരെയുള്ള കമ്പനിയാണ്. ഈ ഗ്രൂപ്പ് തുടങ്ങി ഇങ്ങനെ ഉള്ളവന്മാർ തലയ്ക്കകത്തോട്ട് ഇത് പറഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് വേറെ ഒരു ചിന്ത വന്ന്, അപ്പം അരവിന്ദിന് ഇങ്ങനെയൊക്കെയാണ്, അപ്പം എനിക്കിങ്ങനെയൊക്കെയാണ്. അപ്പം ഈ മറ്റേ മണ്ടത്തരം അനുസരിച്ചുള്ള സുപ്പീരിറ്റി കോംപ്ലക്സ്, അതായത് മറ്റേ തണുപ്പത്ത് ജീവിച്ചവന്മാർ സുപ്പീരിയർ ആണെന്നും ബാക്കിയുള്ളവർ ഇൻഫീരിയർ ആണ്, അത് സാഹചര്യമാണ്, അത്രയേ ഉള്ളൂ. അവൻ അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്ന അവൻ സുപ്പീരിയർ ആയതുകൊണ്ടല്ല, ഒരു സുപ്പീരിയോറിറ്റി ഇല്ല. അവൻ അവിടെ കണ്ടുപിടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചത്തുപോകും. മറ്റവന് ആഫ്രിക്കയിലുള്ളവൻ എന്താ ഒന്നും കണ്ടുപിടിക്കണ്ട, അവന് പ്രകൃതിയോടെ ഇണങ്ങി സുഖമായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ള വ്യത്യാസം. സാഹചര്യമാണ് അവനെ കണ്ടുപിടിക്കാൻ സാഹചര്യം ഒരുക്കിയേ, അല്ലാതെ അവൻ ബാക്കിയുള്ളവരെക്കാളും വലിയ സ്പെഷ്യൽ ആയതുകൊണ്ടല്ല. അങ്ങനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ആ അവസ്ഥ കൊണ്ടാണ് ഇത് വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ തോന്നി, അപ്പോൾ അരവിന്ദ് ഇങ്ങനെയാണ്. ഇവന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണം, 8ാം ക്ലാസ് മുതൽ ഉള്ള ഒരു കമ്പനി, ഇത്ര വർഷത്തെ കമ്പനിയാണ്. ഈ ജീവിതത്തെ അങ്ങനെ എൻ്റെ ചിന്തയെ പോലും വന്നിട്ടില്ല അരവിന്ദിനെ കുറിച്ച്. ഈ ഗ്രൂപ്പിൽ വന്ന് ഇങ്ങനെയുള്ളവന്മാർ തലക്കകത്ത് ഇങ്ങനെ കയറ്റി ഒന്നാലോചിക്കണം, ഇങ്ങനെ വലിഞ്ഞു കയറി നമ്മുടെ ഒരു തരം ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ 2 ചെവിയിലും ഇരുന്ന് ഇങ്ങനെ തിരികൊണ്ടിരിക്കും. അതായത് ഞാൻ സുപ്പീരിയർ ആണ്, ഞാൻ മറ്റേതാണ്, ബാക്കിയുള്ളവർ ഇൻഫീരിയർ ആണ് എന്നൊക്കെ ഉള്ള ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞ് എന്ത് പറയുക, അരവിന്ദിൻ്റെ അടുത്ത് പോലും എനിക്ക് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ അരവിന്ദ് കാരണമാണ് ഈ തൊലിച്ചവന്മാർ പോലും എന്താണ് ഇപ്പോൾ എന്നെയൊക്കെ കണ്ടത്, ഈ ഗ്രൂപ്പിലിരുന്ന് ഇതൊക്കെ ഈ വിഷം മൊത്തം എൻ്റെ തലയിലൊക്കെ കയറ്റിക്കൊണ്ടിരുന്നവന്മാർ പോലും അറിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഇപ്പോൾ തോന്നുന്നു. അതായത് ഇത്രയും വർഷത്തെ കമ്പനി, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങി ഇന്ന് എനിക്കൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇതായതിന് ഏക കാരണം അരവിന്ദാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവൻ കാരണമാണ് എൻ്റെ പുറകിന് തള്ളി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അരവിന്ദാണ്. ആ അരവിന്ദിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു റിഗ്രറ്റ് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ തുടങ്ങിയ ഗ്രൂപ്പ് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു റേസിസ്റ്റ് ഗ്രൂപ്പൊക്കെ ആയിട്ട് മാറി. അതായത് ഇവന്മാർ, അതായത് ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ല, ഇങ്ങനെ 2 സൈഡിൽ നിന്ന് കയറി. പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ, അതായത് ഗ്രൂപ്പിലുള്ള ഒരാൾ ഇപ്പം എന്നെക്കുറിച്ച് വേറെ ഇതിലൊക്കെ പോയി കുറ്റം പറയും, എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ആരും. അപ്പോൾ അതിലുള്ള ഗ്രൂപ്പിനകത്തുള്ള കുറേ എണ്ണം എന്താണ് എന്നെക്കുറിച്ച് മറ്റവൻ കുറ്റം പറഞ്ഞു, എന്നെക്കുറിച്ച് യവൻ കുറ്റം പറഞ്ഞു,
അത് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കയറ്റിക്കും, നമുക്ക് പ്രാന്ത് പിടിക്കും. ഒന്നാമത് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തന്നെ ഇത്ര കഷ്ടപ്പെട്ട് വേദനയും സ്ട്രഗിളും പെയിന് സഹിച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു സൈഡ് അങ്ങനെ ഇരിക്കണം. നമ്മളെല്ലാം ചെയ്യുമ്പോൾ ഇവന്മാരിങ്ങനെ ചെവിക്കുക, അവ അങ്ങനെ പറഞ്ഞു, ഇവ ഇങ്ങനെ പറഞ്ഞു. അതായത് ഗ്രൂപ്പിലുള്ളവന്മാർ എന്നെ കുറച്ച് എൻ്റെ അടുത്ത് നേരിട്ട് പറയൂലേ, എന്നെ കുറച്ച് ഇങ്ങനെ കുറ്റവും കുറവും പറയും. അപ്പോൾ എന്നെ കുറച്ച് കുറ്റവും കുറവും പറഞ്ഞത് എനിക്ക് അയച്ചു തരും. ഞാൻ വർക്കൗട്ട് ചെയ്ത് ഗുണം മാറി നിൽക്കുകയായിരിക്കും, ഞാൻ കറിയാൻ അങ്ങ് തെറി വിളിക്കും. അത് ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് നേരിട്ട് പറയാതെ ഈ കുറ്റവും കുറവും പറയുന്ന വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ വർക്കൗട്ട് കൂടെ ഇന്ന് പ്രാന്ത് പിടിച്ചിരിക്കുകയില്ല. ആ സമയത്ത് ഇതുകൂടെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചവന്മാരെ കിടന്ന് ഇങ്ങനെ കുറേ തെറി വിളിക്കും. കാരണം തെറി രാസപ്രവർത്തനമാണത്, നമുക്ക് ആ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം, അതായത് ഒരു കാര്യമില്ല. എടോ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെക്കുറിച്ച് കുറേ എണ്ണം തെറി വിളിക്കുന്നു. അത് മൊത്തം എടുത്തിട്ട് എന്താണ് അവൻ ഇങ്ങനെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്നു, മനസ്സിലായില്ലേ? എനിക്ക് അതായത് എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ എന്നെ തെറി വിളിക്കും. ഇതേപോലെ അതൊക്കെ എനിക്ക് അയച്ചു. അപ്പം ഞാനിത് അരവിന്ദിൻ്റെ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കാര്യം. അതായത് ഞാൻ വർക്കൗട്ട് ഇതൊക്കെ ചെയ്തിരിക്കുമ്പോഴേ ചുമ്മാ എടുത്തിട്ട് എന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്ന വോയിസ് ഇങ്ങനെ അയച്ചു തരും. അത് നമുക്കൊരു ഫ്രസ്ട്രേഷനാണ്. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് എത്ര നാച്ചുറലായിട്ട് മാക്സിമം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഇത് വന്ന് കയറുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ പറയുമ്പോൾ എന്നെക്കുറിച്ച് യാതൊരുത്ത ഇങ്ങനെ പറയുന്നത് എൻ്റെ അടുത്ത് നേരിട്ട് വന്നല്ല, അല്ലാതെ കുറ്റങ്ങൾ പറയുന്നത്. എനിക്കൊരു ദേഷ്യം ഇങ്ങനെ കേട്ട് വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ വല്ല തെറിയും വിളിച്ച് പറയാം, അങ്ങനെയുള്ളവന്മാരെ തെറി വിളിച്ച് വേറെ വോയിസ് വിടും. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അരവിന്ദ് പറയുന്നത് ഇവനൊക്കെ എന്ന് പറയുന്ന സൈക്കോ എന്നാണ് അരവിന്ദ് പറയുന്നത്. അതായത് എന്നെക്കുറിച്ച് ആരൊക്കെയോ എൻ്റെ അടുത്ത് നേരിട്ട് വരുമല്ലോ, വേറെ ഗ്രൂപ്പിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മൊത്തം എനിക്ക് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. അരവിന്ദ് പറഞ്ഞ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതില്ല, രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഫോണും നോക്കി ഇതും നോക്കിക്കൊണ്ടിരിക്കുന്നവന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരവിന്ദ് തന്നെ പറഞ്ഞ ഇവന്മാരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാൻ. ഒന്ന് ആലോചിക്കുകയാണ്, 8ാം ക്ലാസ് മുതൽ എത്ര വർഷത്തെ കമ്പനി, അല്ലെങ്കിൽ എന്നെ ഇന്ന് ഈ കാണുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എന്നെ ആക്കിയത്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നുമല്ലാത്ത സമയത്തും സാമ്പത്തികമായിട്ടും സോഷ്യലായിട്ടൊന്നും ഞാൻ ഒന്നുമല്ലാത്ത സമയത്തും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ആളാണ് അരവിന്ദ്. അതായത് നമ്മളൊന്നും അല്ലാത്തപ്പോഴും നമ്മളോട് ഉണ്ടായിരിക്കുന്ന ആളാണല്ലോ. എന്തു പറയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ രണ്ടാം തരം, അവരെല്ലാവരും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊന്നും അല്ലാത്തപ്പോഴും നമ്മളോട് നിൽക്കുന്ന ആളാണ് യഥാർത്ഥ ട്രൂ ഫ്രണ്ട്. അങ്ങനെ ഒരാളാണ് അരവിന്ദ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കയറി ഇങ്ങനെ ഈ സ്റ്റെപ്പീസ് ആഗ്രോസ് ASSIയുടെ മിക്സിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് പറയാൻ തുടങ്ങി. ഒന്ന് ആലോചിക്കുകയാണ്, ഡയറക്ഷൻ പോയാണ്ട. നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാക്കേണ്ട സ്ഥലത്തിന് തല ഏതായാലും ബോഡി നന്നായാലും മതി എന്നുള്ള എൻ്റെ ഇതിൽ നിന്ന് തലയിൽ കുത്തി തെറ്റി യവന്മാരെന്നെ മുഖം നോക്കാൻ പ്രേരിപ്പിച്ച്, മുഖത്തിൻ്റെ മൂക്ക് നോക്ക്, മറ്റേ സാമാനം നോക്ക്, ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് എൻ്റെയും കൂടെ എന്ത് പറയുക, നമ്മളെ ചുറ്റും ഇരുന്ന് ഈ ചെവിയിൽ ഇങ്ങനെ കുത്തിത്തരയല്ലേ യവന്മാർ. എന്നിട്ട് കുറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ അടിപ്പിക്കുക. അതായത് കുറേ പേര് ഇപ്പോൾ എന്നെക്കുറിച്ച് കുറേ കുറ്റം പറഞ്ഞ കുറേ പയ്യന്മാർ, 20 വയസ്സായ പയ്യന്മാർ, യവന്മാർ എന്നെക്കുറിച്ച് കുറ്റം പറയും. അവന്മാരെ വോയിസ് മൊത്തം എനിക്ക് അയച്ചിട്ട് അവൻ പിറകിൽ നിന്ന് കുത്തി അവൻ എന്നെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെവി കടിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഗുണം വന്ന് ഞാൻ അവന്മാരെ തെറി വിളിക്കും. നേരിട്ടല്ല, യവന് എന്നെ റിപ്ലൈ ആയിട്ട് കൊടുക്കും. അവന്മാരെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പ്രാന്ത് പിടിച്ചിരിക്കുകയല്ലേ. അത് ജീവിതത്തിൽ കടിഞ്ഞാതോനെ എന്താ ഒരു കഴിവുമില്ല, മനസ്സിലായി, ഒന്നും ചെയ്യാനുമില്ല ജീവിതത്തിൽ. ഏതോ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗുണം അടിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ. പിന്നെ ഉള്ളത് മറ്റേ ബയോളജിക്കൽ വേൾഡ് വ്യൂ. അതായത് എന്താണ്, ഒരു 100 വർഷം മുമ്പ് വരെ ലോകത്തുണ്ടായിരുന്നു ഇവിടെ കൊച്ചിക്കാരൻ തിരുവിതാംകൂറുകാരൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അമ്മിയടി. അതാണല്ലോ ചെയ്ത്. ഇപ്പോഴാണല്ലോ, ഇപ്പോൾ ഒരു 100 വർഷം കൊണ്ടാണല്ലോ ലോകത്ത് യുദ്ധമൊന്നും ഇല്ലാത്തത്, യുദ്ധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങി. 100 വർഷം മുമ്പ് വരെ അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് പറയും. ഈ മറ്റേ നേച്ചറിലുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നല്ല പുതിയ ആരോഗ്യമുള്ള കുട്ടികളെയൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ രാജ്യത്തും പുതിയ ബ്രാൻഡുകൾ കണ്ടുപിടിക്കണം. നമ്മുടെ രാജ്യം ജപ്പാൻ പോലെ യൂറോപ്പ് പോലെയൊക്കെ ആക്കണം. അങ്ങനെ ഉദ്ദേശിച്ചാണ്. അവിടെ വന്ന് അവസാനം തമാശ കേൾക്കണോ, മറ്റേ സാധനമേ പോയി. അതായത് ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാക്കണമെന്നുള്ള സാധനം പോയിട്ട് അവസാനം എന്ത് പറ്റി, ഈ വന്ന് കയറിയവന്മാർ മൊത്തം പറഞ്ഞ് അതിനകത്ത് പറഞ്ഞ് എൻ്റെ തലയ്ക്കകത്തും കയറ്റിയിട്ട് ആ സാധനമേ പോയിട്ട് വേറെ ഈ സാധനം, ഈ ഒരുതരം സൂഡോ ആയിട്ടുള്ള ഒരു മണ്ടൻ റേസിസം സിദ്ധാന്തം. അതായത് ഇന്ത്യയുള്ള എല്ലാവരും മിക്സ്ഡാണ്. അവിടെ വന്നിട്ട് ആ മിക്സിൻ്റെ പേര് പറഞ്ഞുള്ള സാമാനമൊക്കെ മറ്റേ തലയിൽ കയറ്റി തന്നു. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് എനിക്ക് തന്നെ ഒരു റിഗ്രറ്റാണ്. അതെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അരവിന്ദിൻ്റെ അടുത്ത് പോലും വേറെ ഒന്നുമല്ല, അവൻ വേറെ മിക്സ് ആണല്ലോ, അല്ലെങ്കിൽ എനിക്കില്ലാത്തത് എനിക്കുള്ളത് അവനില്ലല്ലോ, അല്ലെങ്കിൽ അവൻ എന്നെക്കാളും മറ്റേ താഴ്ന്നയാണല്ലോ. നമ്മൾ ബുദ്ധിപരമായിട്ട് എടുത്താൽ എന്താണ്, ഇപ്പോൾ ബയോളജിക്കലി എടുത്താൽ എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിയല്ല, അതിനുള്ള വേരിയേഷനുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ലാതെയുള്ള ഈ മിക്സിൻ്റെ ഇതിൻ്റെ അതുപോലും എനിക്ക് തോന്നി. ജീവിതത്തിൽ തോന്നാത്ത ആളാണ്. ഇത്രയും വർഷത്തെ കമ്പനിയാണ്. ആദ്യമായിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് കയറിയവന്മാർ
ഒന്ന് ആലോചിച്ച് നോക്കണം. യുവമാർ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ എനിക്ക് പോലും തോന്നി, എനിക്കൊരു റിഗ്രറ്റാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് അങ്ങനെ തോന്നി. അതൊക്കെ ഞാൻ വിട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു തരം എന്തു പറയാ, തെറിയാണ് വിളിക്കേണ്ടത് അതിനകത്ത് വന്നിരുന്നവന്മാർ. അപ്പോൾ അന്ന് ആ യുവാവ് അയച്ച കമൻറ്റ് എത്ര കറക്റ്റാണ്. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് നമ്മൾ ഈ കമൻറ്റൊക്കെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ, ഈ യൂട്യൂബിലൊക്കെ വന്ന് ഇത്രയും വർഷമായെങ്കിലും ഈ കാണുന്നവരൊക്കെ ജെനുവിൻ ആണെന്നും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിനകത്ത് വരുന്നവന്മാരൊക്കെ പല ടൈപ്പാണെന്നും പല പ്രശ്നങ്ങളുള്ളവന്മാരാണെന്നും പല ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരെന്നും നമ്മൾ അറിയുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്ത് പഠിച്ചതാണ്. എന്നിട്ടോ അവസാനം മടുത്ത് എൻ്റെ ഗോളെ പോയി, മനസ്സിലായില്ലേ? അവിടെ നിന്ന് നല്ല ആരോഗ്യമുള്ള കുട്ടികളെയൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടാക്കണം, ആളുകളെ വർക്കൗട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ വേറെ എന്തോ സാധനത്തിലോട്ടായി പോയി. എല്ലാം മണ്ടൻ ഈ പൊട്ടത്തരത്തിലോട്ടൊക്കെ ആയി വന്ന് അങ്ങനെ ഞാൻ എല്ലാം നിർത്താൻ തീരുമാനിച്ചു. എനിക്ക് പ്രാന്ത് പിടിച്ച്, പ്രാന്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാന്ത് പിടിച്ച്. എന്തു പറയാൻ, ഒരു തരം എൻ്റെ സമയവും നമുക്ക് ജീവനം തന്നെ അത് വേറെ ഏതോ ഇതിലോട്ടൊക്കെ ഇവന്മാർ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയില്ല, അങ്ങനെ ബ്രെയിൻ വാഷായി പോയി. അങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാം നിർത്താമെന്ന് വിചാരിച്ചു, എല്ലാം നിർത്തി വന്നപ്പോഴാണ് ഈ ഇതിനകത്ത് കുറേ എണ്ണം നിന്നവന്മാരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലാക്കി. ഞാൻ നിർത്തി വന്നപ്പോൾ എന്നെ കുറച്ച് ഭയങ്കര കുറ്റം പറച്ചിൽ, അതായത് ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരിങ്ങനെ എൻ്റെ തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പം മറ്റേ സ്കിൻ കളർ നോക്കൂ, ഇപ്പം ഞാനും അരവിന്ദ് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സ്കിൻ കളർ നോക്കൂ, ഞാൻ മറ്റേ ഫെയർ ആണ്, അരവിന്ദിൻ്റെ നോക്കൂ, അതുകൊണ്ട് മിക്സിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ അതിനൊക്കെ വന്നപ്പോൾ എനിക്കെന്താ അകച്ച തോന്നി. ഇവന്മാരി പറഞ്ഞ ബ്രെയിൻ വാഷിങ് വെച്ച് നമ്മൾ അരവിന്ദുമായിട്ട് പോലും അകച്ചില്ല. അപ്പോൾ അത് ശരിയാണല്ലോ, ഈ കണ്ടില്ലേ വ്യത്യാസം, മിക്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയണം. അതായത് യവന്മാർ മൊത്തം എൻ്റെ 2 വർഷം മുമ്പ് ഞാൻ പക്ക ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമുള്ളൂ, നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കണം എന്നുള്ള ഇങ്ങനൊരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അതേപോലെ നമ്മൾ ഈ യൂറോപ്യൻസ് ഈ സാധനമൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ കണ്ടുപിടിച്ചത് ഈ സാഹചര്യമാണെന്ന് ഉള്ളത് ഞാനും ആ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോൾ അവർ കണ്ടുപിടിച്ചുകൊണ്ട് അവർ ബാക്കിയുള്ളവരെക്കാൾ സുപ്പീരിയർ എന്നുള്ള മണ്ടത്തരമാണ് ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നത്. അതൊക്കെ ശുദ്ധ വിഡിത്തരം, സാഹചര്യം മാത്രമാണ്. ആ തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവന് കണ്ടുപിടിക്കേണ്ടി വന്നു, കണ്ടുപിടിച്ചില്ലേ അവൻ ചത്തുപോകും. സാഹചര്യമാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, സാഹചര്യം. അല്ലാതെ അവൻ ബാക്കിയുള്ളവരെക്കാൾ സ്പെഷ്യൽ ആയതുകൊണ്ടല്ല, ആഫ്രിക്കക്കാരനെക്കാളും യൂറോപ്യൻസ് സ്പെഷ്യൽ ആയതുകൊണ്ടല്ല, അവൻ്റെ സാഹചര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അവന് വരേണ്ടി വന്നത്. മറ്റവന് സാഹചര്യം അവനെ കൊണ്ട് സാഹചര്യമാണ് സാധനങ്ങൾ കണ്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാത്ത അവസ്ഥ വരുത്തുന്നത്. സാഹചര്യമാണ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്, അതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ കിടന്ന് കുറ്റം, മനസ്സിലായില്ലേ? ഭയങ്കര കുറ്റം പറിച്ചില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയുള്ള വിഷമായിട്ടുള്ളവന്മാർ, അതായത് എന്നെ വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ മനസ്സിലും കൂടെ വിഷം കയറ്റി തന്നിട്ട് അവനൊക്കെ ഇരുന്നിട്ട് എന്നെക്കുറിച്ച് കുറ്റം പറയുന്ന ചെറ്റകളാണ് ആ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നവന്മാർ മൊത്തം. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാം ഞാൻ നിർത്തി, എല്ലാം ക്ലോസും ചെയ്ത്. എന്തു പറയാൻ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കുറച്ച് സെൽഫിഷ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അതായത് വേറെ സൊസൈറ്റിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലും മനഃപൂർവ്വമായിട്ട് തന്നെ ചിന്തിക്കുന്നില്ല. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇപ്പോൾ എൻ്റെ കഴിവ് എന്താണ്, ഞാൻ ഇത്രയും വർഷം എൻ്റെ രക്തവും വേർപ്പും ഹാർഡ് വർക്കും പെയിനും സ്ട്രഗിളും ഒക്കെ സഹിച്ച് ഇത്രയും വർഷം ഞാൻ എന്താണ് ചെയ്തത്, ഇതാണ് ഞാൻ ചെയ്തത്. ഇത്രയും വർഷത്തെ എൻ്റെ ജേണി എത്ര വയസ്സ് പോലും തുടങ്ങിയെന്നറിയാമോ? എൻ്റെ നോളജ്, ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കാര്യം എൻ്റെ ഈ മേഖലയാണ്. അത് ഡയറ്റ് ആവട്ടെ, വർക്കൗട്ട് ആവട്ടെ, ഫിറ്റ്നസ് ആവട്ടെ, ലോങ്വിറ്റി ആവട്ടെ, ഇതാണ് എനിക്കറിയുന്നുള്ളത്. അപ്പോൾ ആ മേഖലയിൽ, അതായത് ഞാൻ തുടങ്ങിയത് എന്താണ്, ഈ മുട്ട വരുമ്പോൾ മെച്ചപ്പെട്ട കുട്ടികളുണ്ടാനുള്ള സാധ്യത കൂടുമല്ലോ ഈ ആരോഗ്യമുള്ള ബോഡിയുള്ള പുരുഷനെ തിരഞ്ഞെടുത്ത. അപ്പോൾ അത് വെച്ച് തുടങ്ങാന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചതാണ് ഇവിടെ ഒന്ന് എത്തിയത്. ഇവിടെ ഒന്ന് ആലോചിക്കണം, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങനെ തുടങ്ങി കുറേ എണ്ണം വന്ന് കയറി ബ്രെയിൻ വാഷ് ചെയ്ത് വേറെ എങ്ങോട്ടോ കൊണ്ട് എത്തിച്ച് മൊത്തം നശിപ്പിച്ച്, മനസ്സിലായി? എൻ്റെ തലത്തൂടെ ഇഞ്ചക്ഷൻ വെച്ച് കയറ്റി എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാം മൊത്തം എണ്ണത്തിനെ എടുത്ത് കളഞ്ഞ് എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ഇനി ഒരു ബന്ധവും എനിക്കില്ല. എനിക്കിനി ചെയ്യാനുള്ള എന്താണ്, ഇപ്പം എൻ്റെ പാഷൻ ഇതാണ്, ഞാൻ ഇതാണ് അച്ചീവ് ചെയ്ത്. എനിക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങളെ ഹെൽത്തിയാക്കി മാറ്റാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ നിലവിലെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളതിൽ ഇപ്പം നിങ്ങളുടെ എന്ത് പറയുക അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനൊക്കെ മാറ്റി നിങ്ങളുടെ ആളുകളായി വളർന്നു വരുന്ന യുവാക്കളെയൊക്കെ നല്ല ഹെൽത്തി ആക്കാൻ ശ്രമിക്കുക, നല്ല നാച്ചുറൽ ബോഡി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം മുട്ട വരുന്ന സമയത്ത് ഇതൊന്നും ഞാൻ പറയുന്നതല്ലോ, നിങ്ങൾ എന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച നിയമമല്ല, അതൊക്കെ ബയോളജിക്കലി സ്ത്രീകളുടെ ജെനറ്റിക്സിൽ കോഡ് ചെയ്ത് വെച്ച കാര്യമാണ്. മുട്ട വരുമ്പോൾ അങ്ങനെ നോക്കണമെന്നൊക്കെയുള്ള, അങ്ങനെ പോകണമെന്നൊക്കെയുള്ള ഞാൻ പറയുന്നതല്ല. ചില ആളുകളുടെ വിചാരം ഇതൊക്കെ എൻ്റെ ഞാനാണ് പറയുന്നതെന്ന് തോന്നുന്നു, ചുമ്മാ തെറി വിളിക്കുന്നത്. അത് റിയാലിറ്റി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആളുകളെ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആക്കുക. ഞാൻ ഇനി അത് മാത്രമേ ചെയ്യണുള്ളൂ, മനസ്സിലായില്ലേ? എനിക്ക് പിഴച്ചു പോയി.
അതായത് നമ്മൾ യൂട്യൂബിൽ കമൻ്റൊക്കെ ഇടുന്ന നല്ല കമൻ്റൊക്കെ ഇടുമ്പോൾ വിചാരിക്കും ഇവരെന്തോ നല്ല ആളുകളെന്ന് വിചാരിക്കും. ഇവന്മാരവിടെ വന്ന് ഇത് കുറേ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ വേണ്ടി തീർക്കുന്നത്. ഒരുതരം ആൻറ്റി സോഷ്യൽ എന്ന് പറയുമല്ലോ. ഞാൻ ആൻറ്റി സോഷ്യൽ അല്ലടോ. പല ആളുകളും പറഞ്ഞ ആൻറ്റി സോഷ്യൽ അല്ല. അതായത് എന്തു പറയാൻ, ഒരു ആഗ്രഹം ജപ്പാൻ പോലെയോ യൂറോപ്പ് പോലെയൊക്കെ നമ്മുടെ രാജ്യം ഒന്ന് ആവണമെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ മാത്രമാണോ ഞാൻ എന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ ഉള്ള എല്ലാവന്മാരും ഒരുത്തരും ചിന്തിക്കാത്ത കാര്യമല്ലേ ഞാൻ ചെയ്തേ. സകലവന്മാരും സ്വന്തം കാര്യം മാത്രം നോക്കി രക്ഷപ്പെട്ടു പോകുമ്പോൾ സ്വന്തം കാര്യം നോക്കാതെ ഇതൊക്കെ ചെയ്ത ആളാണ് ഞാൻ. അതിനുള്ള പ്രതിഫലവും എനിക്ക് കിട്ടി. ഇങ്ങനത്തെ ഒരു മണ്ടത്തിരത്തി വന്ന് ചാടി ഈ വേറെ ഏതോ സാധനത്തിലോട്ടൊക്കെ വന്നെത്തി. മനസ്സിലായത്? അതിൻ്റെ കംപ്ലീറ്റ് ആ സൂഡോ സയൻസ് എല്ലാ സാധനവും ഞാൻ ഉപേക്ഷിച്ചു. മനസ്സിലായില്ലേ? ഇതാണ് യാഥാർത്ഥ്യം. അവർ വീണ്ടും ആവർത്തിക്കുന്നു, യൂറോപ്യന്മാരോ വെള്ളക്കാരോ സുപ്പീരിയർ അല്ല. അവരുടെ സാഹചര്യം അവിടെ ജീവിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടുള്ള അവസ്ഥ വന്നു. ആഫ്രിക്കക്കാർ ഇൻഫീരിയർ അല്ല. അവർക്ക് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവിടെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റി. സാഹചര്യമാണ് ഇവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിപ്പിച്ചത്. അല്ലാതെ മറ്റുള്ളവരെക്കാൾ ഇവൻ മികച്ചവനായോണ്ടല്ല. സാഹചര്യം. അംബാനിയേക്കാൾ ഇലോൺ മസ്ക് മിടുക്കനായോണ്ടല്ല. ഇലോൺ മസ്ക് അമേരിക്കയിൽ ജനിച്ചുകൊണ്ടാണ് ലോക കോടീശ്വരനായെന്ന് അറിയുന്ന ആളാണ്. ബിൽഗേറ്റ്സ് ആയാലും ജെഫ് ബെസോസ് ആയാലും കണ്ട എല്ലാം അമേരിക്കയിലുള്ളവന്മാരാണ്. അതായത് അമേരിക്ക ജനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ജനിച്ചാവില്ല. അത് അംബാനി മോശക്കാരനല്ല. ഇതാണ് തിരിച്ചറിയേണ്ട കാര്യം. ഈ സത്യം മനസ്സിലാക്കുക. എന്തു പറയാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്ന പോലെ ആ എല്ലാം എടുത്ത് കളഞ്ഞേ. എന്തു പറയാനോ, ഒരു പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. പ്രാന്ത് പിടിച്ച അവസ്ഥ. ഏതൊക്കെയോ സ്ഥലത്ത് പോയി എന്തൊക്കെയോ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഈ നാച്ചുറൽ സ്ക്വാഡ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഞാൻ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം, അതായത് ഞാൻ കൂടുതൽ ഞാൻ ഇനി സെൽഫിഷ് കുറച്ചുകൂടെ ആവാൻ കൂടെ ശ്രമിക്കുകയാണ്. ഈ ചുമ്മാ ഈ സൊസൈറ്റിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് സമയം കളയാതെ അത് നടക്കും പോലെ നടക്കും. ഇത്ര നാൾ നമ്മൾ ചെയ്തല്ലോ, വേറെ ആരും ഇനി ചെയ്യാൻ തയ്യാറൊന്നും അല്ലല്ലോ. അപ്പോൾ ഇനി ചെയ്യാൻ അതൊരു കോൺട്രിബ്യൂഷൻ ആണല്ലോ. സൊസൈറ്റിയുള്ള ആളുകളെ ഹെൽത്തിയും ഫിറ്റും ആക്കുക. അങ്ങനെ ഒരു ഗോൾ മാത്രമേ ഇനി ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ നിർത്തി വന്നല്ലോ. ഇത് മനസ്സിലായി. എനിക്ക് പ്രാന്ത് തന്നെ പിടിച്ച് അവസാനം എല്ലാ കുന്തവും നിർത്തി വന്ന് പ്രാന്ത് പിടിച്ച്. അങ്ങനെ എല്ലാ കുന്തവും ഞാൻ നിർത്തി വന്നപ്പോൾ എന്നെ കുറച്ച് കുറ്റം ഒന്ന് ആലോചിക്കുന്നു. അത് ഫോഴ്സ്ഫുള്ളി ഞാൻ എല്ലാം നിർത്തി. എനിക്കിനി ഒന്നിനും വയ്യ, ഞാൻ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് പോയപ്പോൾ യവന്മാരും ഒന്ന് പറയുന്നു. യവന്മാരെന്നെ വിടുന്നില്ല. യവന്മാർക്ക് ഇത് അതായത് കുറേ എനിക്കൊണ്ട് സൈക്കോപാത്തുകളെ ഇങ്ങനെ ഈ റേസിസം പറയുന്നതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്നത് യവന്മാർ അങ്ങനെയാണ്. എന്നെ ഇപ്പോഴാണ് മനസ്സിലായി യവന്മാർക്ക് ഈ സൊസൈറ്റി. ഞാനൊക്കെ ചിന്തിച്ച എന്താണ്, നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കുട്ടികളുണ്ടായി ഇവിടെ സോണി പോലൊരു ബ്രാൻഡ് ഇന്ത്യ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബെൻസ് പോലൊരു കാർ കമ്പനി ഇന്ത്യ, അതിന് ബുദ്ധിയുള്ള അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. യവന്മാർ ഒരു തരം റേസിസം പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്നവന്മാരാണ്. സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള കുറേ എന്തു പറയാൻ കുറേ മെൻ്റൽ ഡിസോർഡർ ഉള്ളവന്മാരൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നവന്മാർ. എന്തുവാ തീവ്രമായ ഏതോ മാനസിക പ്രശ്നമുള്ളവന്മാരാണ്. അത് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ ചിന്തിക്കും പോലെ അല്ല അതിനകത്തുള്ള പലവന്മാരും ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഈ നാട് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ജപ്പാൻ പോലെ ആക്കി എടുക്കാന്നാണ്. യവന്മാർ ചിന്തിക്കുന്ന ഈ റേസിസം പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന കുറേ എന്നെ വിടുന്നില്ല. അതെന്തോ മറ്റേ ചെയ്യണ്ട് ഇങ്ങനെ പേടിച്ചു. അത് എന്നെ ബീറ്റ് ചെയ്യുന്നവരും വിളിച്ചോ അവസാനം. എന്നെ ബീറ്റയാണോ ഒളിച്ചോടി പോകുന്ന സൈക്കോപാത്തുകൾ. അതാണ് എനിക്ക് ഒമ്മനക്കാരെ കുറിച്ച് പറയാനുള്ളത്. എല്ലാത്തിനും എടുത്ത് കളഞ്ഞിടും. ആ യുവാവിൻ്റെ അടുത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ കമൻ്റ് ഇട്ട യുവാവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ യൂട്യൂബിലൊക്കെ വരുന്നവർ സ്ട്രേഞ്ചേഴ്സാണ് ബ്രോ, വിചാരിക്കും പോലെ അല്ല, കമൻ്റ് ഇടും പോലെ അല്ല, ബ്രോയ്ക്ക് പണി കിട്ടും. അതൊക്കെ പറഞ്ഞ ഇത്ര സത്യോടോ. ഞാൻ ഇനി ഒരിക്കലും ഒരു ഗ്രൂപ്പ് തുടങ്ങൂല. എനിക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, എൻ്റെ കഴിവ് ഇതാണ്. ഞാൻ ഇത്രയും നാൾ ഏറ്റവും കൂടുതൽ ഊർജ്ജവും എൻ്റെ രക്തവും വേർപ്പും വേദനയും സാക്രിഫൈസൊക്കെ ചെയ്യാൻ ബിൽഡ് ചെയ്ത ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ലേൺ ചെയ്തത് വർക്കൗട്ട്, ഫിറ്റ്നസ്, എൻ്റെ എക്സ്പീരിയൻസും എല്ലാം അവിടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സൊസൈറ്റിയിൽ ഇതൊരു സൊസൈറ്റിക്കുള്ള കോൺട്രിബ്യൂഷൻ ആണല്ലോ. മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പറ്റിയില്ലെങ്കിലും ആളുകളെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമല്ലോ. ആളുകളെ വർക്കൗട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആളുകളെ നന്നായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ സഹായിക്കാൻ പറ്റുമല്ലോ. ഇനി ഇതിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. കുറേ നാൾ നീണ്ടിരുന്നു ഇത് പറയണമെന്ന് വെച്ച് എല്ലാം ഞാൻ നിർത്തി. പ്രാന്ത് പിടിക്കണ്ടോ എന്ന് പറയാൻ. ഇപ്പോൾ നമ്മൾ ഒരു ജയിലിൽ നിന്ന് നമ്മുടെ മനസ്സ് ഇത്ര നാളൊരു ജയിലിലായിരുന്നു. ഏതോ ഒരു ഉട്ടോപ്യൻ ഒരു തരം ഒരു ബന്ധവും ഇല്ലാത്തൊരു ജയിലിലാണ്. അതിൽ നിന്ന് ആ ഒരു ബ്രെയിൻ വാഷിങ്ങിൽ നിന്ന് പുറത്തു വന്നു. എനിക്ക് ഞാൻ മുമ്പ് ഇസ്ലാം മത വിശ്വാസിന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ്. ആ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നല്ലോ അതേ ഒരു ഫീലാണ് ഇപ്പോൾ വരുന്നത്. എന്തോ ഒരു മണ്ടത്തരത്തിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ ഇതാണ് സത്യം. എന്തു പറയാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ മിസ്റ്റേക്കാണോ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ വിചാരിക്കും പോലെ അല്ല ഇതിലൊക്കെ ഉള്ള ആളുകളെ. നമ്മൾ വിചാരിക്കുന്ന ജെനുവിനോ നമ്മൾ ഈ കമൻ്റൊക്കെ കാണുമ്പോൾ നല്ലവരാന്നൊക്കെ ചെയ്യും. ഇവരൊക്കെ ഇങ്ങനെ അടുത്ത ഇടവിക്ക് വരുമ്പോഴാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. യവന്മാരുടെ ഉദ്ദേശമൊക്കെ എൻ്റെ തലയിൽ അടിച്ചു കയറ്റി എന്നെ വഴി
എന്നെ മുന്നിൽ നിർത്തി യവന്മാരുടെ എന്തോ അജണ്ടയൊക്കെ നടപ്പിലാക്കാനാണ് അതിനകത്തുള്ളവന്മാരൊക്കെ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ. അപ്പോൾ എല്ലാം നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാപ്റ്ററെ ക്ലോസ് ചെയ്ത് അയ്യോ എനിക്ക് ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എനിക്ക് ചെയ്യാനില്ല, എൻ്റെ മേഖല ഇതാണ്, നാച്ചുറൽ ബോഡിയാണ്, ഹെൽത്താണ്, ഫിറ്റ്നസ്സാണ്. ആ മേഖലയിൽ എനിക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നാച്ചുറൽ സ്ക്വാഡ് വെച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ഫിറ്റ്നസ് വിപ്ലവം അത് നടത്താനാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയുള്ള എൻ്റെ എല്ലാ ഇത് കാരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ പുറത്ത് വന്ന് ഇനി ഒരു ഫിറ്റ്നസ് റെവല്യൂഷൻ കേരളം മൊത്തം മാറ്റിമറിക്കുന്ന, പിന്നീട് ഇന്ത്യ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു നാച്ചുറൽ ഫിറ്റ്നസ് റെവല്യൂഷനായിട്ട് നാച്ചുറൽ സ്ക്വാഡ് ഇനി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? എനിക്ക് ഈ സെൽഫിഷ്നെസ്, അതായത് ഈ സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നുള്ള ചിന്തയില്ലായ്മയാണ് ഈ സൊസൈറ്റിയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നാടെങ്ങനെ നന്നാക്കാം, എന്താണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കാലികേറി പോയതാണ് പ്രശ്നം. എല്ലാം മനസ്സിലാക്കി ആ ഗ്രൂപ്പിലുള്ള എല്ലാത്തിനെയും റിമൂവ് ചെയ്ത് എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് ഇനി ആരുമായിട്ട് ബന്ധമില്ല. ഇനി എനിക്ക് നാച്ചുറൽ സ്ക്വാഡായിട്ടൊരു ഫിറ്റ്നസ് റെവല്യൂഷൻ, നാച്ചുറൽ സ്ക്വാഡ് ഞാൻ ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയത്? ഒറ്റ കാര്യം എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുള്ളത്. ഞാൻ തുടങ്ങി എന്താ, നാച്ചുറലായിട്ട് ആളുകളെ ഹെൽത്തിയും ഫിറ്റും ആക്കി മാറ്റാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തന്നെ തുടക്കമായിട്ട് എന്താണ്, ഈ നാച്ചുറൽ ബോഡിയെ പുച്ഛിച്ചത് കൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഈ മാസത്തിൽ മുട്ട വരുമ്പോൾ അടുത്ത മെച്ചപ്പെട്ട ജനറേഷൻ ഉണ്ടാക്കണതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് മുട്ട വരുമ്പോൾ എന്നൊക്കെയുള്ള കാര്യം എനിക്ക് അതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് സത്യം. അപ്പോൾ പണ്ട് പറഞ്ഞതൊക്കെ വിശ്വസിച്ചതൊക്കെ ആ ഗ്രൂപ്പിൽ കയറി ആ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ മണ്ടത്തരങ്ങളെ ചുമ്മാ കിടന്ന് ഈ മിക്സിൻ്റെ പേരിലും ഇതൊക്കെ പറഞ്ഞ് ബുദ്ധി ആരോഗ്യമുള്ള കുട്ടിയെ ഇങ്ങനെ കുട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് അത് ഡയറക്ഷൻ മാറിയിട്ട് വേറെ എന്തോ സാധനത്തിലോട്ടൊക്കെ പോയി. അതിനകത്ത് വന്ന് കയറിയവന്മാരൊക്കെ ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലും നട്ടലില്ല. അതായത് എന്നെ മുന്നിൽ നിർത്തി പമ്മി ഒളിച്ചിരിക്കുന്നവന്മാരെ അവരെ വേറെ വാക്കാണ് ഇങ്ങനെയുള്ളവന്മാരെ വിളിക്കേണ്ടത്. അതോടുകൂടി എല്ലാം മനസ്സിലായി. എൻ്റെ ഫ്രണ്ട് അരവിന്ദിനെ പോലും എനിക്ക് അങ്ങനെ യുവമാരെ ബ്രെയിൻ വാഷ് ചെയ്ത് കുത്തി ഇങ്ങനെ പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലും തോന്നിപ്പിച്ച് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഞാൻ ചിന്തിച്ചല്ലോ എന്ന് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധം. അങ്ങനെ അരവിന്ദ് കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഈ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു തുടക്കം, നാച്ചുറൽ സ്ക്വാഡ്, ഒരു ഫിറ്റ്നസ് റെവല്യൂഷൻ. ഫിറ്റ്നസ് അല്ലാതെ എനിക്കിനി ഒരു കുന്തത്തെക്കുറിച്ചും എനിക്ക് പറയാനുമില്ല, മതിയായി എല്ലാം. അപ്പോൾ നാച്ചുറൽ സ്ക്വാഡ് എന്നുള്ള ഒരു ഫിറ്റ്നസ് റെവല്യൂഷനിൽ നമുക്ക് പുതിയൊരു തുടങ്ങാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? സൊസൈറ്റിയിലുള്ള ആളുകളെ ഹെൽത്തി ആക്കി മാറ്റുക, അവിടെ അൺഹെൽത്തി നിന്ന് അവരെ ഹെൽത്തി പാതയിലോട്ട് നയിക്കുക, അവരെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെയാണ് എനിക്കിനി ചെയ്യാൻ പറ്റുന്നത്. ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ബാക്കിയുള്ള എല്ലാം നിർത്തി ഇനി അങ്ങനെ ഒരു സംഭവമേ എനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു മണ്ടത്തരത്തിൽ ഞാൻ പുറത്ത് വന്നു. അതിനകത്ത് നിന്നവന്മാരൊക്കെ എന്തായിരുന്നു ഉദ്ദേശമൊന്നും അവസാനം എനിക്ക് തന്നെ, അതായത് എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ നിന്നിട്ട് എനിക്ക് ഈ റേസിസം പോലുള്ള ഈ വൃത്തികെട്ട എന്താ പറയുക സാധനങ്ങൾ മൊത്തം കുത്തിക്കയറ്റി എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തിട്ട് എന്നെ തന്നെ കുറ്റം പറയുന്നു. ഒന്ന് ആലോചിക്കുകയാണ്. എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഇതൊക്കെ, നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതാണ് പറഞ്ഞത്, തല ഏതായാലും ബോഡി നന്നായാൽ മതി എന്ന് പറയുന്ന ആളാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച ആളാണെങ്കിൽ തല വെച്ചാണല്ലോ രൂപം വേറെ. ഇപ്പം തല വെച്ചല്ലേ ഓർത്തം. ഇപ്പം ചൈനക്കാരൻ്റെയും ഒരു ചൈനീസ് ബോഡി ബിൽഡറും ഒരു ആഫ്രിക്കൻ ബോഡി ബിൽഡറും എടുത്ത്, ചൈനീസ് ബോഡി ബിൽഡർ ഒരുത്തൻ ചൈനക്കാരനാണെന്ന് അറിയുന്ന അവൻ്റെ തല കണ്ടിട്ടാണല്ലോ അറിയുന്നത്. ആഫ്രിക്കക്കാരനാണെന്ന് അവൻ്റെ തല കണ്ടിട്ട്. ഞാൻ പറയുന്നത് തല ഏതായാലും ബോഡി നന്നായാൽ മതി, അതായിരുന്നു എൻ്റെ ഐഡിയോളജി. അങ്ങനത്തെ ഐഡിയോളജി ഉള്ള എന്നെയാണ് ഇവന്മാർ കുത്തിക്കയറ്റി ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം കൂടെ കുറെ പറയണു. അതുകൊണ്ട് ഒരിക്കലും ഒരു യൂട്യൂബർ എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണു, ഒരിക്കലും നമ്മുടെ ഈ എല്ലാവരും, അതായത് നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന, നമ്മുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിൽക്കുന്ന ആളുകളെ കമൻറ്റൊക്കെ ചെയ്യും. എല്ലാവരും അല്ല, അതിൽ ഒരു ചെറിയൊരു പക്ഷം ആളുകൾ, എല്ലാവരും അല്ല, ചെറിയ. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രശ്നമൊന്നുമില്ല, കുറേ പേര് നല്ലവരായിട്ടുള്ളവരുണ്ട്. പക്ഷേ ഈ ക്ലോസ് ആയി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം എന്നെ തന്നെ കുറ്റം പറഞ്ഞവന്മാരാണ് ഏറ്റവും വലിയ എന്ത് പറയാൻ നികിഷ്ടന്മാരെന്ന് പറയുന്നത്. അതൊക്കെ പറയാൻ തന്നെ കുറേ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തല ഏതായാലും. ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോൾ കുറേമാർ ഇത് പറയുമല്ലോ, മറ്റേ ജോ ലൈന് അപ്പോഴൊക്കെ ഞാൻ പറയൂലേ, ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സാഹചര്യം. കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവൻ അത് ചവയ്ക്കാൻ കൂടുതൽ കട്ടി വേണം, മറ്റവൻ കട്ടി കുറഞ്ഞത്, മറ്റവൻ്റെ കണ്ണിങ്ങനെ ഇരിക്കും, കണ്ണ് കുറഞ്ഞിരിക്കും. അപ്പം മുഖവും ഇതൊക്കെ എങ്ങനെ ഇരുന്നാലും ബോഡി നന്നായാൽ മതി. ആ ഒരു സംഭവം നിന്നാൽ എനിക്ക് ഈ മുഖമൊക്കെ നോക്കി മൂക്ക് അങ്ങനെ മറ്റേ സാമാനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആക്കിയതാണ്. അയ്യോ, അപ്പം ഞാൻ നിർത്തട്ടെ, ഇത്രയും തന്നെ നീണ്ടുപോയി. ഇതായിരുന്നു ഇത്രയും നാൾ സംഭവിച്ചൊരവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുട്ട വരുമ്പോൾ
മുട്ട വരുന്ന സമയത്ത് നല്ല നാച്ചുറൽ ബോഡിയുള്ള പുരുഷനെ പെണ്ണുങ്ങൾ നോക്കി മെച്ചപ്പെട്ട കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ആ സാധനത്തിന് വേണ്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും കുട്ടികളെ ഉണ്ടാക്കി സൊസൈറ്റിക്ക് മാറ്റം വരുത്താൻ വിചാരിച്ച് തുടങ്ങി അവസാനം വന്ന് നിന്ന് എവിടെയാണ്? കാരണം എവിടെയാണ് എത്തി? എൻ്റെ കൈവിട്ട് പോയി. അതിനകത്ത് വന്നവന്മാർ എന്തൊക്കെയോ പറഞ്ഞ് അവന്മാരുടെ ഈ സാധനം ഇതൊക്കെ പറഞ്ഞ് നശിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പഴയ ഫിലോസഫേഴ്സ് 30 വയസ്സിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആ ഒരു വേൾഡ് വ്യൂ, നിങ്ങളൊരു കറക്റ്റ് വേൾഡ് വ്യൂ അനുസരിച്ച് നിങ്ങൾ നോക്കാവൂ. വേണ്ട, 30 വയസ്സായില്ല, അത് എത്ര കറക്റ്റാണെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സത്യങ്ങളിലോട്ട് എത്തിയേണ്ട. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നാച്ചുറൽ സ്ക്വാഡ്, ഓൺലി നാച്ചുറൽ ഫിറ്റ്നസ് റെവല്യൂഷൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളും മിസ്റ്റേക്കുകളും എന്തായിരുന്നു ഇത്രയും നാൾ പറഞ്ഞതും അതൊക്കെ അറിയും, നിങ്ങളടുത്ത് കൂടെ ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.